ഗുഡ് മോർണിംഗ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇത് സത്യത്തില് ബോട്ടണി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് കഴിഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ബോട്ടണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതില് മൊത്തത്തിൽ ക്ലാസിഫിക്കേഷൻ, ജീവജാലങ്ങൾ മൊത്തത്തിലുള്ള ഒരു ഗ്രൂപ്പിങ്ങിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് തുടങ്ങാൻ സമയം നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, 10:20 തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഏതായാലും ഇത് ഒരു പ്രാവശ്യം തുടങ്ങിയ ചാപ്റ്റർ കൂടിയാണല്ലോ. ഓക്കെ, ജാലങ്ങളുടെ എന്താ പറയുക, വിഭജനം, ഓരോ ഗ്രൂപ്പിംഗ്, അതാണ് ഈ ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്നത്. ഇതിൽ വളരെ വ്യത്യസ്തമായ സയന്റിസ്റ്റുകൾ പല രൂപത്തിൽ പണ്ട് കാലം മുതലേ ജീവജാലങ്ങളെ തരംതിരിച്ചിരുന്നു. ഇതിലിപ്പോൾ ആദ്യമായിട്ട് തരംതിരിച്ചിട്ടുള്ള ഒരു സയന്റിസ്റ്റാണ് അരിസ്റ്റോട്ടിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷന് പ്രത്യേകിച്ച് ഒരു പേരൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പേര് കൊടുത്തതാണ്, ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന പേരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷനിൽ അരിസ്റ്റോട്ടലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരാണ് അരിസ്റ്റോട്ടിൽ? ഏതിൻ്റെയൊക്കെയോ ഫാദറാണ് അരിസ്റ്റോട്ടിൽ. ഒരു സബ്ജക്റ്റിന്റെ ഫാദറാണ്. ഏത് സബ്ജക്റ്റാന്ന് പറയാൻ പറ്റുമോ? ഫാദർ ഓഫ് ബയോളജി. ഓക്കെ, ബയോളജിയിൽ പ്രത്യേകിച്ച് ഏതിനെയാണ്? സൂവോളജിയാണ് അല്ലേ? സൂവോളജിന്റെ ഫാദറാണ്. അതേപോലെ പൊളിറ്റിക്സിന്റെ ഫാദറാണ്. അപ്പോ എന്തായാലും ഈ അരിസ്റ്റോട്ടിലാണ് ജീവജാലങ്ങളെ ആദ്യം ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അതായത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് മൊത്തം ജീവികളെ ക്ലാസിഫൈ ചെയ്തു, ഇൻക്ലൂഡിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതിൽ പ്ലാന്റ്സിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് മാത്രം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ക്ലാസിഫിക്കേഷൻ നടത്തി. അതാണ് മൊത്തം പ്ലാന്റ്സിനെ 3 ഗ്രൂപ്പാക്കി തിരിച്ചു. ഇവിടെ നിങ്ങൾക്ക് കാണാം ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ് അല്ലേ? ഇവിടെ ട്രീസ് എന്ന് പറഞ്ഞാല് വലിയ മരങ്ങളാണ്. ഷ്രബ്സ് എന്ന് പറഞ്ഞാല് കുറ്റിച്ചെടികളാണ്. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ തണ്ടിന് ഉറപ്പില്ലാത്ത വളരെ ചെറിയ സസ്യങ്ങളാണ് ഹെർബ്സ് എന്ന് പറയാം. അപ്പോൾ ഹെർബ്സുകൾ, ചെറിയ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തണ്ടിന് ഉറപ്പില്ല എന്നുള്ളതാണ് അതിന്റെ ക്വാളിറ്റി. നമ്മൾ ഒരു വാഴയൊക്കെ, ബനാന അല്ലേ, അതിന്റെ തണ്ടിന് ഉറപ്പുണ്ടോ? ഇല്ല അല്ലേ? ഒരു ചവിട്ട് കിട്ടിയാൽ എന്ത് ചെയ്യും? മറിഞ്ഞു വീഴും അല്ലേ? അത്ര ഉറപ്പുള്ളൂ അതിന്. അപ്പോൾ അതൊക്കെ ഏറ്റവും വലിയ ഹെർബ്സ് ആണ് വാഴ എന്ന് പറയുന്നത് അല്ലേ? മലയാളത്തിൽ ഔഷധി എന്നും ഹെർബ്സിന് പറയും കേട്ടോ. ഔഷധം അല്ല, ഔഷധി എന്ന് പറയാറുണ്ട്. അതായത് ഏറ്റവും വലിയ ഒരു ജനറൽ ക്വസ്റ്റ്യൻ കൂടിയാണ്, ഏറ്റവും വലിയ ഔഷധി ഏതാന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ വരുന്നതാണ് വാഴ. അപ്പൊ ഹെർബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ തണ്ടിന് ഉറപ്പില്ലാത്ത സസ്യങ്ങളാണ്. ഷ്രബ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടി, നമ്മളെ എന്താണ് ബുഷൊക്കെ ഉണ്ടല്ലോ, നമ്മളെ വീടിന്റെ മുറ്റത്ത് വളർത്തുന്ന ബുഷ്, അതേപോലെ തന്നെ ഈ മുളക്, അങ്ങനെയുള്ള തൈകളൊക്കെ എന്താണ് ഷ്രബ്സിൽ വരും. ട്രീസ് എന്ന് പറഞ്ഞാൽ വലിയ മരങ്ങളാണ്, വുഡി പ്ലാന്റ്സ് ആയിരിക്കും, തണ്ടിന് നല്ല ഉറപ്പുള്ള മരങ്ങളായിരിക്കും ട്രീസ്. അപ്പൊ ടോട്ടൽ ഈ ഒരു ഗ്രൂപ്പിംഗ് ആണ് പ്ലാന്റ്സിന്റെ ബേസ് ചെയ്തിട്ട് അരിസ്റ്റോട്ടിൽ നടത്തിയത്. അതേപോലെ തന്നെ ആനിമൽസിനെ ബേസ് ചെയ്തിട്ട് those which had red blood cells and those that did not അല്ലെ? ചില ആനിമൽസിന് RBC ഉണ്ടാവും, ചില ആനിമൽസിന് RBC ഉണ്ടാവില്ല. RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ്. അപ്പൊ RBC ഉള്ള ആനിമൽസുകൾ ഒരു ഗ്രൂപ്പിങ്ങും RBC ഇല്ലാത്ത ആനിമൽസിനെ മറ്റൊരു ഗ്രൂപ്പിങ്ങും ആക്കി തിരിച്ചു. അതാണ് അരിസ്റ്റോട്ടിലിന്റെ ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടുള്ളത്. ഓക്കെ, അപ്പോ അതാണ് എന്താണ് അരിസ്റ്റോട്ടിലിന്റെ ക്ലാസിഫിക്കേഷൻ. എങ്ങനെയാണ്? പ്ലാന്റ്സിനെ ഡിവൈഡ് ചെയ്തിട്ട് ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ്, ആനിമൽസിനെ. ഓക്കെ, ഇനി 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പോകാം. ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്ത സയന്റിസ്റ്റുകളുടെ പേരൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലിന്നേയസ്, കാൾ ലിന്നേയസ് ഓർ കരോളസ് ലിന്നേയസ് എന്നും അറിയപ്പെടും. ഓക്കെ, പ്രൊപ്പോസ്ഡ് ബൈ ലിന്നേയസ് ആണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത്. ഇവിടെ ടോട്ടൽ ഓർഗാനിസത്തിനെ, ജീവജാലങ്ങളെ 2 ഗ്രൂപ്പ് ആക്കിയിട്ടാണ് തിരിച്ചത്. ഒന്ന് പ്ലാന്റ്, അതേപോലെ തന്നെ ആനിമേലിയ. പ്ലാന്റ് ആൻഡ് ആനിമേലിയ, പ്ലാന്റ്സും ആനിമൽസും ആക്കി
രണ്ട് ഗ്രൂപ്പുകളാക്കി തിരിച്ചു. അതിനെ അദ്ദേഹം വിളിച്ചത് കിങ്ഡം പ്ലാന്റേ അതേപോലെ കിങ്ഡം അനിമേലിയ എന്നാണ് രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ചത്. ഓക്കെ, ഇവിടെ കിങ്ഡം പ്ലാന്റേയിൽ ഉൾപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ലിന്നേയസിന്റെ ക്ലാസിഫിക്കേഷനിലാണ് ബാക്ടീരിയ, അതേപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ആൽഗെ, ഫംഗൈ, മോസസ്, ഫേൺസ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേം. ഹലോ, കേൾക്കില്ലേ? ഇതേതാ ചാപ്റ്റർ എന്നൊക്കെ ചോദിക്കണം. ഇപ്പൊ വന്ന കുട്ടികളാ? അതെ, അത് നമ്മൾ പറഞ്ഞു, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു, നിങ്ങളോട് ചോദിച്ചിരുന്നു. ഇപ്പൊ നിങ്ങൾ ലേറ്റ് ആയി വന്നതാണ്. ഇതൊക്കെ ഏതാ ചാപ്റ്റർ എന്നൊക്കെ ചോദിക്കണം. അപ്പൊ ലേറ്റ് ആയി വന്നവർക്ക് അവരോട് ഒന്നുകൂടി പറയാണ്, നമ്മള് ഈ ചാപ്റ്റർ ടീച്ചർ ഒന്ന് എടുത്തതാണ്. അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ചു, ഇതിന്റെ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ എടുത്താൽ മതിയോ അതല്ല ആദ്യം മുതൽ എടുക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് പറഞ്ഞത് ആദ്യം മുതൽ എടുക്കണം, വിശദമായിട്ട് പറയണം എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്തത്. ക്ലിയർ ആയോ? സൂവോളജി അല്ല, ഇത് ബോട്ടണിയാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ബോട്ടണിയുടെ ചാപ്റ്റർ ആണ്. ഓക്കെ, 11 ചാപ്റ്ററിൽ ഒരു ചാപ്റ്റർ ആണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പൊ നോക്കുക, ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പ്രൊപ്പോസ് ചെയ്തത് ലിന്നേയസ് ആണ്. ക്ലാസിഫൈ ചെയ്ത് അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് ക്ലാസ്സസ് ആണ്, പ്ലാന്റേ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം ആനിമേലിയ. അപ്പൊ കിങ്ഡം പ്ലാന്റേയിൽ ഉൾപ്പെട്ടതാണ് ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഫംഗൈ, മോസസ്, ഫേൺസ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ഇത്രയും ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് എന്താണ് എന്താ പറയാ പ്ലാന്റ്സിനെയാണ് കിങ്ഡം പ്ലാന്റേയിൽ ഉൾപ്പെടുത്തിയത്. പക്ഷെ അടുത്ത ക്ലാസിഫിക്കേഷനിൽ അത് മാറുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് മനസ്സിലാക്കുക. കിങ്ഡം ആനിമേലിയയിൽ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ആനിമൽസ് ആണ് കിങ്ഡം ആനിമേലിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എത്രയാണ് നമ്മളെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇതിന്റെ പ്രൊകാരിയോട്സും പ്രോകാരിയോട്സും കൂടെ കിങ്ഡം പ്ലാന്റേയിൽ നോക്കുക. കിങ്ഡം പ്ലാന്റേയിൽ ബാക്ടീരിയ എന്താണ്, പ്രോകാരിയോട്സ് ആണോ യൂകാരിയോട്സ് ആണോ? പെട്ടെന്ന് പറയണം പഠിച്ചകാരാ. ബാക്ടീരിയ പ്രോകാരിയോട്സ് ആണോ യൂകാരിയോട്സ് ആണോ? ആർക്കും അറിയില്ല. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്സ് ആണ്. പ്രോകാരിയോട്സ് ആണ്. എന്നാൽ ജിംനോസ്പേം പ്രോകാരിയോട്സ് ആണോ യൂകാരിയോട്സ് ആണോ? യൂകാരിയോട്സ്. അപ്പൊ ഇവിടെ നോക്കുക, നമ്മൾ ബാക്ടീരിയ പ്രോകാരിയോട്ട് ആയിട്ടുള്ള ബാക്ടീരിയയും യൂകാരിയോട്ട് ആയിട്ടുള്ള ജിംനോസ്പേമും ഒരേ ഗ്രൂപ്പിലാണ് വന്നത്. കിങ്ഡം പ്ലാന്റേ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് വന്നത്. അവിടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മള് ബാക്ടീരിയ എന്താണ്, യൂണിസെല്ലുലാർ ആണ് അല്ലെ. എന്നാൽ മോസസ് അല്ലെങ്കിൽ ഫംഗൈ അല്ലെങ്കിൽ ആൻജിയോസ്പേം അല്ലെങ്കിൽ ജിംനോസ്പേം എന്നൊക്കെ പറയുന്നത് എന്താ, ഒന്നിൽ കൂടുതൽ സെല്ലുകളുള്ള മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസമാണ്. ഓക്കെ, അപ്പൊ അവിടെ യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും ആയിട്ട് വേർതിരിച്ചിട്ടുള്ള രണ്ട് മൂലം മറ്റൊരു ഫോട്ടോസിന്തസിസ് നടത്തുന്ന ജിംനോസ്പേംസ് അല്ലെ, ഫോട്ടോസിന്തസിസ് നടത്തുന്ന ജിംനോസ്പേംസ്. അതേപോലെ തന്നെ ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിവില്ലാത്ത ഫംഗൈ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാത്ത ഓർഗാനിസമാണ്. അപ്പൊ രണ്ടിനെയും ഒരു ഗ്രൂപ്പിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. earliest classification പ്രൊപ്പോസ് ചെയ്തത് ആരാ? those animals with red blood cells and those animals did not have RBC. okay, two kingdom classification പോരായ്മകളും അതേപോലെ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അതാണ് നമ്മൾ അടുത്ത് പറയുന്നത്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ഇൻ ടു പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വാസ് ഈസിലി ഡൺ ആൻഡ് വാസ് ഈസിലി ടു അണ്ടർസ്റ്റാൻഡ്. പെട്ടെന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒരു പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ഒരു ആനിമൽസിനെ രണ്ട് ഗ്രൂപ്പ് ആക്കാൻ വളരെ എളുപ്പമാണ്. അത് കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. എന്നാൽ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൽ ഇപ്പൊ യൂകാരിയോട്സും പ്രോകാരിയോട്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് യൂകാരിയോട്സ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് യൂകാരിയോട്സ്? യെസ്, ഓക്കെ, കറക്റ്റ് ആണ്. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. Eukaryotes have a well-defined nucleus, that is nuclear material surrounded by a nuclear membrane. അല്ലേ, ന്യൂക്ലിയർ മെംബ്രെയിൻസ് ഉള്ള ഒരു സെല്ലുള്ള ജീവിയാണ് നമ്മൾ യൂകാരിയോട്സ് എന്ന് പറയാം. ന്യൂക്ലിയർ എന്താ പറയാ, പ്രത്യേകിച്ച് ന്യൂക്ലിയർ മെംബ്രെയിൻസ് ഒന്നും ഇല്ലാത്ത
സെല്ലുകളെയാണ് നമ്മൾ പ്രോകാരിയോട്സ്, അത്തരം ജീവികളെയാണ് പ്രോകാരിയോട്സ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇത് സെയിം കണ്ടന്റ് സെയിം തന്നെയാണ്. ഇത് അപ്പോൾ ആര് ചോദിക്കുന്നുണ്ട് സെയിം PDF ആണോ? അതായത് ഇത് വേറൊരു എൻ്റെ PDF ആണ്. അതിൽ പറഞ്ഞ കണ്ടന്റ് തന്നെയാണ് ഇതിലുള്ളത്. പക്ഷെ ഇത് ഒന്നുകൂടിയും ഒരു ഓർഡർ ആക്കിയത് കൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുക്കാമെന്ന് ഉദ്ദേശിച്ചത്. ഷെയർ ചെയ്യാം. ഈ PDF ആണോ അതോ PDF ആണോ വേണം? ഓക്കെ, ചെയ്തുതരാം. അപ്പോൾ ഈ സിസ്റ്റത്തിൽ യൂകാരിയോട്സ് ഈ നോട്ട് എഴുതിയാലും മതി. നോട്ട് എഴുതാലുണ്ടോ? നോട്ടായിട്ട് എഴുതിയിട്ടുണ്ടോ? എന്നാ പിന്നെ നിങ്ങൾ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ ഉണ്ടെങ്കിൽ വരുത്തിയാൽ മതി കേട്ടോ, എഴുതിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതൊക്കെ ചിലപ്പോൾ ഈസി ആയിട്ട് പഠിക്കാൻ തോന്നുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, മതി. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ ഇത് ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. യൂകാരിയോട്സും പ്രോകാരിയോട്സ് ആയിട്ട് ഈ സിസ്റ്റത്തിൽ വേർതിരിച്ചിട്ടില്ല. അതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജസ്. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഒരു സെപ്പറേഷൻ ഇല്ല, വേറെ ക്ലാസിഫിക്കേഷൻ അവിടെ നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പറ്റുക. ഓക്കെ, അതേപോലെ തന്നെ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടില്ല അഡ്വാൻറ്റേജസ്. അപ്പോൾ യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും ആയിട്ട് വിഭജിച്ചിട്ടില്ല. അതേപോലെ ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്, അപ്പം അവിടെയും ഒരു ഡിസ്റ്റിങ്വിഷൻ ക്ലാസിഫിക്കേഷൻ വന്നിട്ടില്ല. അതും നമുക്കതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് അല്ലെ, രണ്ട് എന്താ പറയുക ക്ലാസിഫിക്കേഷൻ ഇവിടെ ഒന്നും നടത്തിയിട്ടില്ല. യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ എന്ന് വേർതിരിച്ചിട്ടില്ല. യൂകാരിയോട്സ് ആണോ പ്രോകാരിയോട്സ് ആണോ എന്ന് വേർതിരിച്ചിട്ടില്ല. ഫോട്ടോസിന്തറ്റിക് ആണോ നോൺ ഫോട്ടോസിന്തറ്റിക് ആണോ എന്ന് വേർതിരിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് RH വിറ്റേക്കർ അല്ലേ? RH വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷനിൽ ടോട്ടൽ ഓർഗാനിസത്തിനെ എത്രയായി തിരിച്ചിട്ടുണ്ട്? 5. ഏതൊക്കെയാണ്? ഓക്കെ, അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ 2 ക്ലാസിഫിക്കേഷൻ ആണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ആദ്യം പറഞ്ഞത് ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ, രണ്ടാമതാണ് ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് കാൾ ലിന്നേയസ് അല്ലേ, ഓൾക്കാരോളസ് ലിന്നേയസ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളെയും 5 ഗ്രൂപ്പുകളാക്കി തിരിച്ചു, 5 കിങ്ഡംസ് ആക്കി തിരിച്ചു. അങ്ങനെ തിരിച്ചിട്ടുള്ള സയന്റിസ്റ്റിന്റെ പേരാണ് RH വിറ്റേക്കർ അല്ലേ, RH വിറ്റേക്കർ. അപ്പൊ RH വിറ്റേക്കർ പ്രപ്പോസ്ഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ദിസ് കിങ്ഡം ഡിഫൈൻഡ് ബൈ ഹിം വേർ നെയ്മഡ്. ഏതൊക്കെയാണ് കിങ്ഡത്തിലുള്ള 5 കിങ്ഡംസ്? 1 മൊണീറ അല്ലേ, 2 പ്രൊട്ടിസ്റ്റ, 3 ഫംഗി, 4 പ്ലാന്റ്, 5 അനിമേലിയ. ഇങ്ങനെ 5 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, അനിമേലിയ. ഏതൊക്കെയാണ് ഗ്രൂപ്പ്? 5 ഗ്രൂപ്പ് എന്ന് പറഞ്ഞ എല്ലാവരും 1, 2, 3 അനിമേലിയ. ഓക്കെ, ഇദ്ദേഹം ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് ചില ക്രൈറ്റീരിയന്റെ അടിസ്ഥാനത്തിലാണ്, ചില എന്താ പറയാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് 1 സെൽ സ്ട്രക്ചർ ആണ്. സെൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് പ്രോകാരിയോട്സ് ആണോ യൂകാരിയോട്സ് ആണോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പരിഗണിച്ചിട്ടുണ്ട്, സെൽ സ്ട്രക്ചർ. അതേപോലെ തന്നെ ബോഡി ഓർഗനൈസേഷൻ. ബോഡി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില സെല്ല് എന്താ പറയാ ഓർഗാനിസം യൂണിസെല്ലുലാർ ആയിരിക്കും, ചിലത് മൾട്ടി ആയിരിക്കും അല്ലേ. അപ്പൊ യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ, അതല്ലെങ്കിൽ എന്താണ് ടിഷ്യൂ ഉള്ളതാണോ, ഓർഗൻസ് ഉള്ളതാണോ, ഓർഗൻ സിസ്റ്റംസ് ഉള്ളതാണോ,
അപ്പൊ നമ്മളെ ബോഡിയൊക്കെ ഓർഗൻ സിസ്റ്റംസ് ഒക്കെ ഉള്ളതാണ് അല്ലേ? എന്നാൽ ഒരു ബാക്ടീരിയന്റെ ബോഡി എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ ആണ് അല്ലേ? അപ്പൊ അങ്ങനെ എന്താണ് അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ ഇദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ബോഡി ഓർഗനൈസേഷൻ, ഒരു ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു ലിവിങ് ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് ഒറ്റ സെൽ ഉപയോഗിച്ചിട്ടാണോ, ധാരാളം സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണോ, കലകൾ ഉള്ളതാണോ, അതേപോലെ ഓർഗൻസ് അവയവങ്ങൾ ഉള്ളതാണോ, അങ്ങനെയുള്ളതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം നടത്തിയത്. അതേപോലെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഏത് രൂപത്തിലാണ് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത്, മോഡ് ഓഫ് ന്യൂട്രീഷൻ അല്ലേ? നമ്മളൊക്കെ ഹോളോസോയിക് ആണ്, നമ്മളൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള ഹോളിലൂടെയാണ് ഫുഡ് അകത്തേക്ക് എടുക്കുന്നത്, ബോഡീന്റെ ഉൾവശത്തേക്ക് നമ്മൾ എടുക്കുന്നത്. പ്രത്യേക എലിമെന്ററി കനാൽ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കനാലിലൂടെയാണ് നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുക. എന്നാൽ അമീബ അങ്ങനെയാണോ? അമീബ എന്ത് ചെയ്യും? അമീബ അതിന്റെ ചുറ്റുഭാഗത്തുള്ള ഫുഡ് മെറ്റീരിയൽസ് അതിന്റെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യാണ് അല്ലെ? അതിന്റെ ചുറ്റുഭാഗത്ത് ഒരു പ്രത്യേക രൂപത്തിലാണ് അത് ബോഡിന്റെ അകത്താക്കുന്നത്. അതേപോലെ ബാക്ടീരിയ എങ്ങനെയാണ് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത്? ബാക്ടീരിയ അറിയോ? ആർക്കെങ്കിലും അറിയണവർക്ക് പറയാം, അവസരങ്ങൾ ഉപയോഗിക്കാം. ബാക്ടീരിയ എങ്ങനെ ചെയ്യുന്നത് അറിയോ? ബാക്ടീരിയ പറ സന. ബാക്ടീരിയ എങ്ങനെയാണ് അബ്സോർബ് ചെയ്യാന്ന് ചോദിച്ചാൽ, ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? ഡൈജസ്റ്റീവ് എൻസൈംസ് അതിന്റെ ചുറ്റുപാടത്തിലേക്ക് സ്രവിക്കും, സെക്രീറ്റ് ചെയ്യും. എന്നിട്ട് ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് മെറ്റീരിയൽസ് അതിന്റെ സ്കിന്നിലൂടെ എന്ത് ചെയ്യുന്നു? ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യും. അപ്പൊ അത് വേറെ ടൈപ്പ് ന്യൂട്രീഷൻ ആണ്. അപ്പൊ ഓരോ ജീവികളും വ്യത്യസ്തമായ രൂപത്തിലാണ്. ഇപ്പൊ പ്ലാന്റ്സ് ആണെങ്കിൽ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുകയാണ്, ബോഡിന്റെ അകത്ത് വെച്ച് തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാണ്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ ജീവികൾ വ്യത്യസ്ത രൂപത്തിലാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ അതിന്റെ പോഷണം നടത്തുന്നത് അല്ലെ? അതാണ് ഇവിടെ മൂന്നാമത്തതായിട്ട് പരിഗണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ റീപ്രൊഡക്ഷൻ നമുക്കറിയാം, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, സ്റ്റെം കട്ട് ചെയ്തിട്ട് പുതിയ തൈ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? അതേപോലെ തന്നെ ഹൈഡ്രയുടെ ബോഡിയിൽ നിന്ന് പുതിയൊരു മുകുളങ്ങൾ പുറത്തേക്ക് ഉണ്ടായിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് പോയി അത് പുതിയ ഹൈഡ്രയായി മാറുന്നു അല്ലെ? അതേപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, അങ്ങനെ വ്യത്യസ്തമായ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സുകൾ എന്തുണ്ട്? പ്രത്യുൽപാദന രീതികൾ ജീവികളിലുണ്ട്. അതെല്ലാം പരിഗണിച്ചിട്ടാണ് ഇദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. അതേപോലെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൂർവികർ ഉണ്ടാവും. ഇപ്പോ പ്ലാന്റ്സ് തന്നെ ചിലപ്പോ എന്താണ് ഒരൊറ്റ പൂർവികരിൽ നിന്ന് രൂപപ്പെട്ടതാണെന്നാണ് പറയുന്നത് അല്ലെ? പ്ലാന്റ്സ്, അതേപോലെ തന്നെ ആനിമൽസ്. അതായത് നമ്മുടെ എവല്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയാം. അപ്പൊ ആദ്യം ആരുണ്ടായി, പിന്നീട് ആരുണ്ടായി, അതിനെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പൊ ആദ്യം ബാക്ടീരിയ അല്ലെ, ബ്ലൂ ഗ്രീൻ ആൽഗെ, അതിൽ നിന്ന് കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള പ്രൊട്ടിസ്റ്റ് ഉണ്ടായി, അതിനെക്കുറിച്ചും കൂടുതൽ ഹയർ ആയിട്ടുള്ള ഫംഗസ് ഉണ്ടായി. അങ്ങനെ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് അതിന്റെ ഒരു എവല്യൂഷന്റെ ബേസ് ചെയ്തുകൊണ്ട് അതും പരിഗണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. അതാണ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഈ ഒരു 5 കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. അതിനാണ് ക്രൈറ്റീരിയ. വിച്ച് ആർ ദ ക്രൈറ്റീരിയ ഫോർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ആൻസർ ഇതാണ്. ഇതൊക്കെ ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ വിച്ച് ആർ ദി ക്രൈറ്റീരിയാസ് ഫോർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ഏതൊക്കെയാണ്? Okay, cell structure, body organization, mode of nutrition, reproduction and phylogenetic relationship. ഇത്രയും കാര്യങ്ങളാണ് ഇത് ഞാൻ പറഞ്ഞോ. നമ്മളിവിടെ പറഞ്ഞു സെൽ സ്ട്രക്ചർ, അതിന് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ നോക്കാം, ഒന്നാമത് നമ്മളെ ക്യാരക്ടേഴ്സ്, ഒന്നാമത്തെ കോളത്തില് എല്ലാവർക്കും സ്ക്രീൻ കാണണ്ടല്ലോ അല്ലെ വ്യക്തമായിട്ട്? ഫസ്റ്റ് കോളം
ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ക്യാരക്ടേഴ്സ് ആണ് എഴുതിയിട്ടുള്ളത്. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയാസിൽ ഉൾപ്പെടുന്ന ചില ക്യാരക്ടേഴ്സുകളാണ് എഴുതിയിട്ടുള്ളത്. ബാക്കിയുള്ളൊക്കെ 5 ക്ലാസ് കിങ്ഡംസുകളുടെ പേരും. ഇപ്പൊ മൊണീറ, കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, ആനിമേലിയ. ഓക്കെ, അതിൻ്റെയൊക്കെ ക്യാരക്ടേഴ്സ്. ഈ ചാർട്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നത് ഫോക്കസ് ഏരിയയിൽ ഉള്ളത് കൂടിയാണ്. ഭംഗിയായിട്ട് ഈ ചാർട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ ക്യാരക്ടേഴ്സിൽ ഒന്നാമത്തെ ക്യാരക്ടേഴ്സ് നമ്മൾ സെൽ ടൈപ്പ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെയാണ് സെൽ ടൈപ്പ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ മൊണീറ മാത്രമാണ് പ്രോകാരിയോട്ടിക് ആയിട്ടുള്ളത്. അതായത് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. അല്ലെ, സെൽസിൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളെയാണ്, ബോഡിയിൽ അത്തരം സെല്ലുകളെയാണ് എന്താണ് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് പറയാ. ബാക്കിയുള്ള 4 കിങ്ഡംസിനും യൂകാരിയോട്ടിക് സെല്ലുകളാണ് ഉണ്ടാവുക. പിന്നെ സെൽ വാള് നോൺ സെല്ലുലോസിക് പോളിസാക്രൈഡ്സും അമിനോ ആസിഡും ചേർന്നിട്ട്, നോൺ സെല്ലുലോസിക് എന്ന് ഇവിടെ പറയാൻ കാരണം സാധാരണ പ്ലാന്റ്സിലൊക്കെ സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് കോമൺ ആയിട്ട് സെൽ വാളിന്റെ ഒരു കണ്ടന്റ് എന്ന് നമ്മൾ പറയാറ്. ഇപ്പൊ ഇവിടെ വരുമ്പോൾ നോൺ സെല്ലുലോസ് കൊണ്ടല്ല, സ്റ്റാർച്ചിന്റെ ഒരു രൂപമാണ് സെല്ലുലോസ്. ആ സെല്ലുലോസ് കൊണ്ടല്ല ഇവിടെ സെൽ വാൾ നിർമ്മിച്ചിട്ടുള്ളത്. പകരം അതിന് പകരമായിട്ട് പോളിസാക്രൈഡും അമിനോ ആസിഡും അമിനോ ആസിഡും ചേർന്നിട്ടാണ് മൊണീറ ബാക്ടീരിയയുടെയൊക്കെ സെൽ വാള് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ പ്രൊട്ടിസ്റ്റയുടെ സെൽ വാൾ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഗ്രൂപ്പിൽ മാത്രമേ, വളരെ റയർ ആയിട്ട് ഗ്രൂപ്പിൽ മാത്രം എന്താണ് ഓർഗാനിസത്തിൽ മാത്രമേ പ്രൊട്ടിസ്റ്റയിൽ സെൽ വാൾ ഉള്ളൂ. അമീബ, പാരമീസിയം അതിലൊന്നും സെൽ വാൾ ഇല്ല. സെൽ മംബ്രെയിൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പ്രൊട്ടിസ്റ്റയിൽ പെടുന്നതാണ്. അപ്പൊ സെൽ വാള് വളരെ ചെറുതാണ്, കുറഞ്ഞ എണ്ണത്തിൽ മാത്രം. അതാണ് പ്രസന്റ് ഇൻ സം എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഫംഗയിലാണെങ്കിൽ കൈറ്റിൻ ആൻഡ് പോളിസാക്രൈഡ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ സെൽ വാളിന്റെ കണ്ടന്റ്, ഇപ്പൊ മൊണീറയിലുള്ള സെൽ വാൾ കണ്ടന്റും ഫംഗസിലുള്ള സെൽ വാൾ കണ്ടന്റും താരതമ്യം കമ്പയർ ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. കൈറ്റിനും പോളിസാക്രൈഡുമാണ് ഫംഗസിലുള്ളത്. എന്നാൽ മൊണീറയിലുള്ളത് പോളിസാക്രൈഡും പിന്നെന്താ ഉള്ളത്, അമിനോ ആസിഡ്. ഓക്കെ, അതാണ് പ്രത്യേകിച്ച് കമ്പയർ ചെയ്ത് അവിടെ ചോദിക്കാറുള്ളത്. പിന്നെ പ്ലാന്റയിൽ സെല്ലുലോസ് ആണ്, നമുക്ക് അറിയുന്നതാണ്, സെല്ലുലോസ് ആണ്. ആനിമേലിയയിൽ സെൽ വാൾ ഉണ്ടോ? അതെ, ആനിമൽസിൽ നമുക്കറിയാം, ആനിമൽസും പ്ലാന്റ്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് കൂടിയാണത്. ആനിമൽ സെല്ലുകൾക്ക് സെൽ വാൾ ഇല്ല. അടുത്ത ന്യൂക്ലിയർ മെംബ്രെയിൻസ് ആണ്. അപ്പൊ ന്യൂക്ലിയർ മെംബ്രെയിൻസ് ഏത് ഗ്രൂപ്പിലാണ് ഉണ്ടാവാതിരിക്കുക? പ്രോകാരിയോട്സിൽ മാത്രമാണ് ഇല്ലാത്തത്, അല്ലേ? അതെ. അപ്പോ നമുക്കറിയാം മൊണീറ ഓൾറെഡി പ്രോകാരിയോട്ട് ആണ്, നമ്മൾ പഠിച്ചു. ബാക്കിയുള്ള 4 ഗ്രൂപ്പുകളും യൂകാരിയോട്സ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താവും, പ്രോകാരിയോട്സിൽ ആബ്സെന്റ് ആയിരിക്കും, ബാക്കിയുള്ള 4 ഗ്രൂപ്പിലും പ്രസന്റ്. ആകത്തുക ഷോർട്ടാക്കി പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ആണ്. അതിന്റെ പ്രത്യേകതകൾ ആദ്യം ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നു, മൊണീറയിൽ സെല്ലുലാർ ആണ്, സെല്ല് മാത്രമേ ഉള്ളൂ, ഒരു സിംഗിൾ സെല്ല് മാത്രമാണ് ഉണ്ടാവുക. എന്നാൽ പ്രൊട്ടിസ്റ്റയിലും അതേപോലെ തന്നെയാണ്, സിംഗിൾ സെല്ല് യൂകാരിയോട്ടിക് ഓർഗാനിസം ആണ് പ്രൊട്ടിസ്റ്റ. മൊണീറ എന്ന് പറയുമ്പോൾ സിംഗിൾ സെല്ല് പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, മൊണീറയും പ്രൊട്ടിസ്റ്റയും എന്താണ്, സിംഗിൾ സെല്ലാണ് കോമൺ ആയിട്ട് വരുന്നത്. പക്ഷേ മൊണീറ പ്രോകാരിയോട്സും എന്നാൽ പ്രൊട്ടിസ്റ്റ യൂകാരിയോട്സും. അതെ. എന്നാൽ ഫംഗസിൽ മൾട്ടി സെല്ലുലാർ ആയിരിക്കും, ലൂസ് ടിഷ്യൂ ആയിരിക്കും. അതായത് അത്ര ഉറപ്പില്ലാത്ത, ഇപ്പൊ കൂണൊക്കെ അല്ലേ, കൂണിന്റെ ചില ഭാഗങ്ങളൊന്നും തീരെ ഉറപ്പുണ്ടാവില്ല.
അതാണ് ലൂസ് ടിഷ്യൂ ആയിരിക്കും, മൾട്ടി സെല്ലുലാർ ആയിരിക്കും. വളരെ റയർ ആയിട്ട് ഇതിൽ യൂണിസെല്ലുലാർ വരുന്നുണ്ട്. അപ്പൊ ഈസ്റ്റ് ഒരു ഫംഗസ് ആണ്. ഈസ്റ്റ് ഒക്കെ അപൂർവമായിട്ട് വരുന്ന എക്സെപ്ഷൻ കേസ് ആണ്, യൂണിസെല്ലുലാർ ഫംഗസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ജനറൽ ആയിട്ട് പറയുമ്പോൾ ഫംഗസ് മൾട്ടി സെല്ലുലാർ ആണ്, ലൂസ് ടിഷ്യൂ ആയിരിക്കും. പ്ലാന്റിൽ ടിഷ്യൂ ആണ്, ഓർഗൻ ഉണ്ടാവും. ടിഷ്യൂ ഉണ്ടാവും, ഓർഗൻ ഉണ്ടാവും. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കലകളാണ്, ഗ്രൂപ്പ് ഓഫ് സെൽസുകളായിരിക്കും, മൾട്ടി സെല്ലുലാർ ആയിരിക്കും. ഓർഗൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലാന്റ്സിന്റെ ഓർഗൻ ഏതാ? പ്ലാന്റ്സിന്റെ അവയവങ്ങൾ ഏതാ? മോർഫോളജി മുഴുവൻ നമ്മൾ പഠിച്ചതാ. ലീഫ്, ഫ്രൂട്ട്, അതൊക്കെ എന്താണ്? റൂട്ട്, ഇതെല്ലാം സ്റ്റെം, അതൊക്കെ അതിന്റെ ഓർഗൻസുകളാണ് അല്ലേ? അപ്പോ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം പ്ലാന്റ്സിൽ ഉണ്ടാവില്ല. ആനിമൽസിൽ ടിഷ്യൂ ഉണ്ടാവും, കലകൾ ഉണ്ടാവും, ഓർഗൻ ഉണ്ടാവും, ഓർഗൻ സിസ്റ്റംസുകൾ ഉണ്ടാവും അല്ലേ? നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം ഒക്കെ പഠിച്ചതല്ലേ? റെസ്പിറേറ്ററി സിസ്റ്റം ശ്വസന എന്താണ് അവയവ വ്യൂഹം അല്ലേ? അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ഓർഗൻസ് അല്ലേ? ശ്വസനത്തിൽ നമ്മളെ എന്താണ് നോസ് ഉണ്ടാവും, അതേപോലെ തന്നെ ലങ്സ് ഉണ്ടാവും, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്രോങ്കസ് ഉണ്ടാവും. അതൊക്കെ എന്താണ്? വ്യത്യസ്തമായ ഓർഗൻസുകൾ കൂടി ചേർന്നാണ് ഓർഗൻ സിസ്റ്റംസുകൾ ഉണ്ടാവുക. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ അതിലും എന്താണ്? ഹാർട്ട് ഉണ്ടാവും, ബ്ലഡ്, അതുപോലെ തന്നെ എന്താണ്? വെയിൻസ് അല്ലേ? ഇൻഫീരിയർ വീന കാവ, സുപ്പീരിയർ വീന കാവ എന്നൊക്കെ പറഞ്ഞിട്ട് വെയിൻസുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഓർഗൻ സിസ്റ്റംസ് എന്ന് പറയുക. അതാണ് ബോഡി ഓർഗനൈസേഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലൊക്കെയാണ് ഓർഗാനിസംസ് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത്, അതാണ്. മൊണീറയിൽ വ്യത്യസ്തമായ ടൈപ്സുകൾ വരും. ഇപ്പോൾ ഓട്ടോട്രോഫിക്, അതേപോലെ തന്നെ ഹെറ്ററോട്രോഫിക് വരുന്നുണ്ട്. മൊണീറയിൽ തന്നെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയകളുണ്ട് അല്ലേ? അതിൽ കീമോസിന്തറ്റിക് ബാക്ടീരിയ വരുന്നുണ്ട്, ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. ഇപ്പൊ ചില കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആ റിയാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് വഴി അതിൽ കിട്ടുന്ന റിയാക്ഷനിലൂടെ കിട്ടുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ കീമോസിന്തറ്റിക് ബാക്ടീരിയ എന്ന് പറയാം. എന്നാൽ ചില ബാക്ടീരിയകൾ ലൈറ്റിന്റെ പ്രസൻസിൽ ഫോട്ടോസിന്തറ്റിക്കുമായി മാറാറുണ്ട്. അതാണ് ഓട്ടോട്രോഫിക് ബാക്ടീരിയകൾ. കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് നൈട്രജൻ ഫിക്സേഷന്റെ സമയത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. അതായത് നൈട്രജൻ ഫിക്സേഷന്റെ സമയത്ത് അറ്റ്മോസ്ഫിയറിലുള്ള N2 നൈട്രജനെ അമോണിയാക്കി മാറ്റുന്നുണ്ട്, NH3. മനസ്സിലായോ? ഈ NH3നെ പിന്നീട് NO2 ആക്കി മാറ്റുന്നുണ്ട്. ഈ NO2 ആക്കി മാറ്റുമ്പോൾ ഇവിടെ ഒരു ബാക്ടീരിയ ഉൾപ്പെടും, നൈട്രോബാക്ടർ എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട്. നൈട്രോബാക്ടർ, നൈട്രോസോമനാസ്, നൈട്രോകോക്കസ് ഒക്കെ പറഞ്ഞ ബാക്ടീരിയകൾ ഈ കെമിക്കൽ റിയാക്ഷനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ നൈട്രോബാക്ടർ എന്ന് പറയുന്ന ബാക്ടീരിയ ജീവിക്കും, ഫുഡ് സിന്തസൈസ് ചെയ്യും. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിലുണ്ടാവുന്ന എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന, അത് ഭക്ഷണം പാകം ചെയ്യുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ കീമോസിന്തറ്റിക് ബാക്ടീരിയ എന്ന് പറയാം. ഓക്കെ, അതാണ് കീമോസിന്തറ്റിക്. ഫോട്ടോസിന്തറ്റിക് നിങ്ങൾക്ക് അറിയാം. പിന്നെ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയകളുണ്ട്. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാതെ മറ്റുള്ളവയെ ഡിപ്പെൻഡ് ചെയ്യുക, ഫുഡിന് വേണ്ടി മറ്റുള്ളവയെ ഡിപ്പെൻഡ് ചെയ്യുക. ദാറ്റ് മേ ബി സാപ്രോഫൈറ്റിക് ആയിരിക്കും. എന്താണ് സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ? സാപ്രോഫൈറ്റ്, they absorb food from dead and decaying substances അല്ലേ? ഡെഡ് ആയതും ഡീക്കേ ആയിക്കൊണ്ടിരിക്കുന്നതുമായ സബ്സ്റ്റൻസുകളിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്യുന്ന ബാക്ടീരിയകൾ, അതാണ് സാപ്രോഫൈറ്റിക് ബാക്ടീരിയ. എന്നാൽ പാരസൈറ്റിക്കോ? അതായത് ഒരു ലിവിങ് ഓർഗാനിസത്തിന്, ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിന്, ഒരു ആതിഥേയ ജീവിയിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ പാരസൈറ്റിക് എന്ന് പറയുക. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ
ഒരു ജനറൽ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ തലയിലുള്ള പേന്, ലീച്ച് 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 അട്ട, പേന് എക്ടോ പാരസൈറ്റ് ആണ് അല്ലെ, ഹെഡ്ലൈസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലീച്ച്, അതൊക്കെ എക്ടോ പാരസൈറ്റിൽ പെട്ടതാണ്, ശരീരത്തിന്റെ പുറമേ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്യാം. അപ്പൊ ഒരു ലിവിങ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അതായത് ടിക്സ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്ന ജീവിക്കുന്ന ജീവികളെയാണ് പാരസൈറ്റിക് ഓർഗാനിസം എന്ന് പറയും. അപ്പോൾ ഇവിടെ ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടാവും, ദാറ്റ് മേ ബി സാപ്രോഫൈറ്റിക് ഓർ പാരസൈറ്റിക് അല്ലെ. ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടാവും, ദാറ്റ് മേ ബി കീമോസിന്തറ്റിക് ഓർ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം. അപ്പോൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ മുനീറയിൽ കറക്റ്റ് നമുക്ക് മനസ്സിലായല്ലോ, എല്ലാ ഗ്രൂപ്പും വരുന്നുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പ്രൊട്ടിസ്റ്റയിലുള്ള മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഓട്ടോട്രോഫിക് തന്നെയാണ്. അതിൽ ഫോട്ടോസിന്തറ്റിക് ആണ് വരുന്നുണ്ട്, എന്നാൽ ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള പ്രൊട്ടിസ്റ്റുകളും വരുന്നുണ്ട്. മിക്കവാറും ഹെറ്ററോട്രോഫിക് ആയിരിക്കും പ്രൊട്ടിസ്റ്റുകൾ. അതായത് ഓട്ടോട്രോഫിക് ആയിട്ടുള്ള പ്രൊട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ യൂഗ്ലീന ഓട്ടോട്രോഫിക് ആണ്, ഫോട്ടോസിന്തറ്റിക്. ദേ പ്രിപ്പയർ ഫുഡ് ഇൻ ദി പ്രസൻസ് ഓഫ് സൺലൈറ്റ്, ബട്ട് ഇൻ ദി ആബ്സെൻസ് ഓഫ് സൺലൈറ്റ് ദേ ആക്ട് ആസ് എ ഹെറ്ററോട്രോപ്സ്. ഇപ്പൊ യൂഗ്ലീന തന്നെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടും ആക്ട് ചെയ്യും, ഹെറ്ററോട്രോഫിക് ആയിട്ടും ആക്ട് ചെയ്യും. അതായത് പ്രിഡേറ്റർ ആയിട്ടും ആക്ട് ചെയ്യും, മറ്റുള്ള ജീവികളെ പിടിച്ചു തിന്നും രാത്രി സമയങ്ങളിൽ. പകൽ സമയത്ത് ലൈറ്റ് ഉണ്ടാവുമ്പോൾ ഫോട്ടോസിന്തസിസ് നടത്തുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പാണ് പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊട്ടിസ്റ്റയിൽ തന്നെ വ്യത്യസ്തമായ ഗ്രൂപ്പ് ഉണ്ട്. യൂഗ്ലിനോയിഡ്സ് ഉണ്ട്, സ്ലൈം മൗഡ്സുകൾ ഉണ്ട്. സ്ലൈം മൗഡ്സുകളൊക്കെ ഫംഗസിനെ പോലെ പെരുമാറുന്ന, കംപ്ലീറ്റ്ലി ഡെഡ് ആൻഡ് ഡീക്കേയിങ് സബ്സ്റ്റൻസ് നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്ത് കഴിയുന്ന ഗ്രൂപ്പാണ് സ്ലൈം മൗഡ്സ് എന്ന് പറയുന്ന പ്രൊട്ടിസ്റ്റിന്റെ ഗ്രൂപ്പ്. അപ്പോൾ അതൊക്കെ എന്താണ്, രണ്ടും വരുന്ന ഇതാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് പ്രൊട്ടിസ്റ്റൊക്കെ ഉള്ളത്. ഫംഗസിനുള്ള കംപ്ലീറ്റ്ലി ഹെറ്ററോട്രോഫിക് ആയിരിക്കും, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കഴിയാത്ത, ഫോട്ടോസ് എന്താണ് ക്ലോറോഫിൽ ഇല്ലാത്ത ജീവികളാണ്, വിഭാഗമാണ്. ഫംഗസ് എന്ന് പറയുന്നത് ഹെറ്ററോട്രോഫിക് ആണ്. സാപ്രോഫൈറ്റിക് ആയിരിക്കും കൂടുതലും, ഡെഡ് ആൻഡ് ഡീക്കേയിങ്. ഇപ്പോൾ പ്ലാന്റ്സിന്റെ ട്യൂബ്സ്, ലീഫ്, വീണ് കിടക്കുന്ന ലീഫ്, മരച്ചില്ലകള്, മരക്കമ്പുകള്, അത്തരം ഭാഗങ്ങളിൽ വളരുന്ന ഗ്രൂപ്പാണ് ഫംഗസ് എന്ന് പറയാം. പ്ലാന്റ്സില് ഓട്ടോട്രോഫിക് ആയിരിക്കും, കംപ്ലീറ്റ്ലി ഓട്ടോട്രോഫിക് ആയിരിക്കും. വളരെ റെയർ ആയിട്ടൊക്കെ എന്താണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിനെ പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഓട്ടോട്രോഫിക് എന്നാണ്, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ഗ്രൂപ്പാണ് പ്ലാന്റ് എന്ന് പറയുന്നത്. അനിമേലിയയിൽ ഹോളോസോയിക് ആണ്. ഹോളോസോയിക് നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു എലിമെന്ററി കനാലിലൂടെ, പ്രത്യേക കനാലിലൂടെ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്ന ജീവികളെയാണ്, ആ ഒരു രീതിക്കാണ് നമ്മൾ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയാം. ചില ആനിമൽസ് എന്ത് ചെയ്യും, സാപ്രോഫൈറ്റിക് ആയി. ഇപ്പോൾ വൾച്ചേഴ്സ് അല്ലെ, വൾച്ചേഴ്സ്, കഴുകന്മാരൊക്കെ ഡെഡ്, അതായത് നമ്മൾ കഴിക്കുന്ന രീതി ഹോളോസോയിക് ആണ്. എന്ന് വെച്ചാൽ മൗത്ത് ടു ആനസ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ, കനാലിലൂടെയാണ് നമ്മൾ ഫുഡ് പാസ് ചെയ്യുക. മൗത്തിലൂടെ എടുത്ത് അതിന് ഈസോഫാഗസ് എന്ന് പറയുന്ന പ്രത്യേക ട്യൂബിലൂടെ ചെന്ന് സ്റ്റൊമക് എന്ന് പറയുന്ന പ്രത്യേക അറയിലെത്തി, പിന്നെ സ്മോൾ ഇൻഡസ്റ്റൈനിലെത്തി, പിന്നെ എന്താണ് ലാർജ് ഇൻഡസ്റ്റൈനിലേക്ക് വേസ്റ്റുകൾ പാസ് ചെയ്ത്, ആ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിക്കാണ് നമ്മൾ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുക. അതിപ്പോൾ കൂറ എടുത്താലും അതേപോലെ തവള എടുത്താലും, മിക്കവാറും ആനിമൽസുകളെ, പന്നി എടുത്താലും പശു എടുത്താലും ആട്, അങ്ങനെയുള്ള എല്ലാ ജീവികളും ഈ ഒരു ഹോളോസോയിക് ന്യൂട്രീഷനെ ഫോളോ ചെയ്യുന്നതാണ്. മനസ്സിലായോ? ഹോളോസോയിക്, മൗത്ത് ടു ആനസ് ഉള്ള ഒരു സിസ്റ്റത്തിലൂടെ ഫുഡ് പാസ് ചെയ്യുന്ന രീതിയാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയാം. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ഡെഡ് പാർട്സുകളെ മാത്രം അബ്സോർബ് ചെയ്ത് കഴിയുന്ന ജീവികൾ, വൾച്ചേഴ്സ് ഒക്കെ, കഴുകന്മാരൊക്കെ ആ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പൊ എത്രയാണ് നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇനി 3 ക്ലാസ് നമ്മൾ പറഞ്ഞ വിശദമായിട്ട് പറയാനാണ് ബാക്കി കിടക്കുന്നത്. അപ്പൊ നമ്മള് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും 2 കിങ്ഡം ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത് എൻട്രൻസ് പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും
ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യസ്തമായ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്സ് നോക്കാം. യൂണിസെല്ലുലാർ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിലാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് ആർ നോട്ട് ഡിഫറൻഷിയേറ്റ്. യൂണിസെല്ലുലാറും മൾട്ടിസെല്ലുലാറും ഓർഗാനിസംസ് വേർതിരിക്കപ്പെട്ടിട്ടില്ല. യൂണിസെല്ലുലാർ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് ആർ നോട്ട് ഡിഫറൻഷിയേറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞതല്ലേ, റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ അല്ലടോ, ഒരേ ഗ്രൂപ്പിൽ തന്നെ പ്ലാന്റ്സിന്റെ ഗ്രൂപ്പ് കിങ്ഡം പ്ലാന്റയിൽ തന്നെ യൂണിസെല്ലുലാറും മൾട്ടിസെല്ലുലാറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അതാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എന്നാൽ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ബാക്ടീരിയനെ ഒരു ഗ്രൂപ്പിൽ, മൾട്ടിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗസിനെ വേറെ ഗ്രൂപ്പിൽ, അല്ലെ, പ്ലാന്റ്സിനെ വേറെ ഗ്രൂപ്പിൽ, അങ്ങനെ വ്യത്യസ്തമായ സെപ്പറേറ്റ് കിങ്ഡംസുകളാക്കി തിരിച്ചിട്ടുണ്ട്. അതാണ് ഫൈവ് കിങ്ഡംസിന്റെ മറ്റൊരു ഒന്നാമത്തെ പ്രത്യേകത. യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ organisms are grouped under separate kingdom. Okay. ഒന്നാമത്തെ പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, കിങ്ഡം പ്രൊട്ടിസ്റ്റ ഹാസ് ബ്രോട്ട് ടുഗദർ Chlamydomonas, Chlorella with Paramecium and Amoeba. അതായത് ഇവിടെ ചെറിയൊരു പ്രശ്നം പറ്റിയിരുന്നു. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഞാൻ ഈ ആദ്യത്തെ കോളത്തിൽ കൊടുത്തത് രണ്ടാമത്തെ കോളത്തിൽ, രണ്ടാമത്തെ പോയിന്റ്, ഇതിപ്പോ ഒന്നാമത്തെ പോയിന്റ്, ഇത് രണ്ടാമത്തെ പോയിന്റ്, ഇത് മൂന്നാമത്തെ പോയിന്റ്. ഇതിൽ രണ്ടാമത്തെ പോയിന്റിലെ ഫസ്റ്റ് കോളത്തിൽ വരേണ്ടത് രണ്ടാമത്തെ കോളത്തിലാണ് കൊടുത്തത്. മനസ്സിലായോ? അതായത് ഇതെന്ത് ചെയ്യണം, ഇവിടേക്ക് പോകണം, അതെന്ത് ചെയ്യണം, ഇങ്ങോട്ട് വരണം. ചെറിയൊരു തിരുത്തുണ്ട്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ ആരോ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ Chlamydomonas, Chlorella are placed within plant. ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ Chlamydomonas എന്ന് പറയുന്നത് അറിയോ? ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് Chlamydomonas. ഇതേപോലെ കാണപ്പെടും. ഇതാണ് Chlamydomonas. അപ്പോൾ Chlamydomonasഉം Chlorellയും അതും യൂണിസെല്ലുലാർ ആണ്. ആർ പ്ലേസ്ഡ് വിത്തിൻ പ്ലാന്റ്. ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ അത് പ്ലാന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പാരമീസിയം യൂണിസെല്ലുലാർ ആണ്, അമീബിയം യൂണിസെല്ലുലാർ ആണ്, അത് ആനിമേലിയയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. മനസ്സിലായോ? അതാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷന് മറ്റൊരു പോരായ്മ എന്ന് വെച്ചാൽ മറ്റൊരു പ്രത്യേകതയാണ്. Chlamydomonasഉം Chlorellയും യൂണിസെല്ലുലാർ ആണ്, അത് പ്ലാന്റയിൽ. അതേ സംഭവം തന്നെ, അതേപോലെ തന്നെ പാരമീസിയം അമീബിയും ആനിമേലിയയിലും, രണ്ടും ഈ നാലെണ്ണം യൂണിസെല്ലുലാർ ആണ്. എന്നാൽ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം പ്രൊട്ടിസ്റ്റ ഹാസ് ബ്രോട്ട് ടുഗദർ Chlamydomonas, Chlorella with Paramecium and Amoeba. കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ അങ്ങനെ, അതായത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വരുന്ന കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ Chlamydomonasഉം Chlorellയും പാരമീസിയവും അമീബയും എല്ലാം ഒന്നിച്ച് കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ഒറ്റ കിങ്ഡത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിലോ എങ്ങനെയാ? അവസാനം പറഞ്ഞോ? പ്ലാന്റ് ആനിമേലിയയിലുമാണ് ഉൾപ്പെട്ടുള്ളത്. അപ്പൊ രണ്ടും അവിടെ, അതാണ് വ്യത്യാസം. അപ്പൊ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. മൂന്നാമത്തെ നോക്കാം. ഇറ്റ് ഡു നോട്ട് ഡിഫറൻഷിയേറ്റ്, ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡു നോട്ട് ഡിഫറൻഷിയേറ്റ് ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക് ഓർഗാനിസം. അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഫംഗസും അതേപോലെ തന്നെ പ്ലാന്റ്സിൽപ്പെട്ട ആൻജിയോസ്പോമും ജിംനോസ്പോമും ഒക്കെ ഒരു ഗ്രൂപ്പിലാണ്.
അവിടെ ഓട്ടോട്രോഫിക്കോ ഫംഗസ് ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഫംഗസോ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള പ്ലാന്റ്സോ വേർതിരിച്ചിട്ടില്ല. അതാണ് it do not differentiate autotrophic and heterotrophic organism. എന്നാൽ 5 കിങ്ഡത്തിൽ it differentiate autotrophic and heterotrophic organism. Okay, autotrophic and heterotrophic organisms. 5 കിങ്ഡത്തിൽ ഓട്ടോട്രോഫിക് നമ്മൾ എന്താണ് പ്ലാന്റ്സ് ഓട്ടോട്രോഫിക് ആണ്, ഫംഗസ് വേറെ ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കി തിരിച്ചിട്ടുണ്ട്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഈ ഡിഫറൻസുകൾ ഒന്ന് എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുക. ഈ കോളം അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തി വായിക്കണം, ഞാൻ പറഞ്ഞ അതേപോലെ വായിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കും. നമ്മളെ യോഗന്റെ സമയമായിട്ടുണ്ട്. 1 മിനിറ്റ് യോഗ. എന്താ ചെയ്യേണ്ടത്? യോഗയിൽ എന്താ ചെയ്യേണ്ടത് അറിയാലോ. 1 മണിക്കൂർ ആയി. സാധാരണ നമ്മൾ ചെയ്യുന്നത് 1 മിനിറ്റ് ചെയ്യാം. എന്താ ചെയ്യല്? ദീർഘശ്വാസം, ബ്രീത്തിങ് എക്സസൈസ് ആണ്. കണ്ണടച്ച് മാക്സിമം എയർ മൂക്കിലൂടെ എടുക്കുക, വളരെ സ്ലോ ആയിട്ട് പുറത്തേക്ക് വിടുക. 3 പ്രാവശ്യം ചെയ്യല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ ഇനി നമുക്ക് ക്ലാസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്കാണ് പോകുന്നത്. 1 കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറയില് സോൾ മെമ്പർ എന്ന് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് കിങ്ഡം എന്താണ് ബാക്ടീരിയ. അപ്പോൾ മെയിൻ ടീം എന്ന് പറയുന്നത് കിങ്ഡം മൊണീറയിലെ ബാക്ടീരിയ നമുക്ക് 4 അതിൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് 4 ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്പെരിക്കൽ കോക്കസ്. ഒന്നാമത്തെ ഗ്രൂപ്പ് സ്പെരിക്കൽ കോക്കസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ എന്താണ് റൗണ്ട് ഷേപ്പിലുള്ള സ്പെരിക്കൽ ആകൃതിയിലുള്ള ബാക്ടീരിയകളാണ്. പിന്നെ റോഡ് ഷേപ്ഡ് ബാസില്ലസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാസില്ലസ്, കോമ ഷേപ്ഡ് ആയിട്ടുള്ള വിബ്രിയം, അതേപോലെ തന്നെ സ്പൈറൽ സ്പ്രിങ് പോലെ കാണപ്പെടുന്ന സ്പൈരില്ലം എന്ന് പറയുന്ന ബാക്ടീരിയ. അങ്ങനെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ 4 ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്പെരിക്കൽ കോക്കസ്. ഇതിങ്ങനെ ഷേപ്പിനെ അടിസ്ഥാനത്തിൽ തന്നെ പഠിക്കുക. സ്പെരിക്കൽ കോക്കസ്, റോഡ് ഷേപ്ഡ് ബാസില്ലസ്, കോമ ഷേപ്ഡ് വിബ്രിയം, സ്പൈറൽ ഷേപ്ഡ് സ്പൈരില്ലം. ഏതൊക്കെയാണോ? ഒന്ന് സ്പെരിക്കൽ ഷേപ്ഡ് കോക്കസ്, ഒന്നാമത്തെ ഏതാ? രണ്ട് റോഡ് ഷേപ്ഡ് ബാസില്ലസ്, മൂന്ന് കോമ ഷേപ്ഡ് വിബ്രിയം, 4 സ്പൈറൽ ഷേപ്ഡ് സ്പൈരില്ലം. അപ്പൊ അങ്ങനെ ആ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ പഠിക്കാം. അപ്പൊ ഷേപ്പും പിന്നെ ബാക്ടീരിയന്റെ പേരും തെറ്റിപ്പോവില്ല, അതേപോലെ തന്നെ പഠിക്കട്ടോ. ലാസ്റ്റ് പേജ് വൺസ് മോർ എന്ന് പറഞ്ഞാൽ ഏത് പേജാ? ഇതാണോ? ഈ പേജ് ഓക്കെ അല്ലേ? ഇത് പറയണം എന്നാണോ? ആർക്ക് അഭിപ്രായം ഉണ്ടോ? അവരൊന്ന് മെസ്സേജ് വിട്ട പോലെ തോന്നി. മെസ്സേജ് വിട്ട ആളാണ് പറയേണ്ടത്. ഇതാണോ പറയേണ്ടത് എന്നുള്ളത്? ഇതാണോ? ഓക്കെ, ക്ലിക്ക് കൊണ്ടുവരും. അല്ലാതെ നമ്മൾ റിപ്പീറ്റ് ചെയ്തതല്ലേ? റിപ്പീറ്റ് ചെയ്താണല്ലോ അല്ലേ? അപ്പൊ ഇനി കിങ്ഡം മൊണീറ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ റിവൈൻഡ് ചെയ്യാനുള്ളത്. അപ്പൊ കിങ്ഡം മൊണീറയില് മെയിൻ മെമ്പർ ആരാ? അല്ലല്ല, ഓട്ടോട്രോഫിക് ബാക്ടീരിയ. ഇത് നമുക്ക് ഈ ബാക്ടീരിയകളുടെ ചില ക്യാരക്ടേഴ്സുകളാണ്. ബാക്ടീരിയസുകള് ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? They synthesize their own food from inorganic substrates. They may be photosynthetic autotroph or chemosynthetic autotrophs ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ നോക്കാം,
Autotrophic bacteria, they synthesize their own food from inorganic substrates. അല്ലേ? ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ്സുകളിൽ നിന്ന് ഓർഗാനിക്സ്, അതായത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ പോലുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് നിർമ്മിക്കും. അതാണ് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് എന്ന് പറയുന്നത്, ഫ്രം ഇനോർഗാനിക് സബ്സ്ട്രേറ്റ്സ്. ദാറ്റ് മേ ബി ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ഓർ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്. എന്താണെന്ന് നേരത്തെ നമ്മൾ വിശദീകരിച്ചല്ലോ. ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഹെൽപ്പോട് കൂടി ഫുഡ് നിർമ്മിക്കുന്നതാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. അതിലെന്താ ഡൗട്ട് ഉണ്ടോ? അതെന്തോ ചോദിച്ചല്ലോ കീമോസിന്തറ്റിക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ. ഓക്കെ അല്ലേ? ഓട്ടോട്രോഫിക് ബാക്ടീരിയ. ഇനി ഹെറ്ററോട്രോപ്സ്. ഹെറ്ററോട്രോപ്സ് എന്ന് പറയുമ്പോൾ they depend on other organisms or dead organic matter for food. There are two groups of bacteria. അതായത് ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിവില്ല. അവ എന്ത് ചെയ്യുന്നു? മറ്റുള്ള ജീവജാലങ്ങളെയോ അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള പാർട്സുകളെയോ ഫുഡോ മറ്റോ ഉപയോഗിക്കുന്നതാണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഒന്ന് മനസ്സിലാത്ര based on the shapes of bacteria. Which are they? 4 types. Which are they? First one, comma shaped Vibrio, spiral shaped Spirilla. അല്ലേ? അപ്പോൾ ആ ഷേപ്പോട് കൂടി തന്നെ പഠിക്കാം കേട്ടോ. പിന്നെ ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താ? സിന്തസൈസ് their own. They may be photosynthetic ആവാം, അല്ലെങ്കിൽ ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? They depend on other organism or dead organic matter for. രണ്ട് ഗ്രൂപ്പുകളാണ് ബാക്ടീരിയ മെയിൻ ആയിട്ട് ഉള്ളത്. ആർക്കി ബാക്ടീരിയ, രണ്ട് യു ബാക്ടീരിയ. രണ്ടാമത്തെ യു ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ they can live in most harsh habitat. harsh habitatൽ ജീവിക്കുന്ന, they can live in most harsh habitat, അതായത് എക്സ്ട്രീം കണ്ടീഷൻ. അത് എക്സ്ട്രീം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല ചൂടായിരിക്കും, നല്ല തണുപ്പായിരിക്കും, അല്ലെങ്കിൽ ഹൈ സോൾട്ട് കണ്ടന്റ് ഉണ്ടാവും, ലോ സോൾട്ട് കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എക്സ്ട്രീം ആയിട്ടുള്ള എന്താണ് കണ്ടീഷനിൽ ജീവിക്കുന്ന ബാക്ടീരിയ, നോർമൽ ആയിട്ടുള്ള ബാക്ടീരിയകളല്ല. അപ്പൊ സ്പെഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയകളാണ് ആർക്കി ബാക്ടീരിയ. ഹാർഷ്, എക്സ്ട്രീംലി, അല്ലെങ്കിൽ ബാക്ടീരിയ ക്യാൻ ലിവ് ഇൻ മോസ്റ്റ് ഹാർഷ് ഹാബിറ്ററ്റ്സ്. മോസ്റ്റ് ഹാർഷ് ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ സങ്കീർണമായിട്ടുള്ള സ്ഥലങ്ങളിൽ, ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് ആർക്കി ബാക്ടീരിയ. അതിനെ നമുക്ക് മൂന്നെണ്ണാക്കി തിരിച്ചിട്ടുണ്ട്, 3 ടൈപ്സുകൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തത് ഹാലോഫൈൽസ് ആണ്. ലിവ് ഇൻ എക്സ്ട്രീം സോൾട്ടി ഏരിയാസ്. സോൾട്ടി ഏരിയയിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് ഹാലോഫൈൽസ്. അതായത് നല്ല ഉപ്പുള്ള കണ്ടീഷൻ. എവിടെയാണ് നല്ല ഉപ്പുണ്ടാവുക? കടൽ ജലം, അല്ലേ? അപ്പൊ അങ്ങനെ നല്ല ഉപ്പ് വെള്ളത്തിൽ ജീവിക്കുന്ന ബാക്ടീരിയയാണ് ഹാലോഫൈൽസ്, അല്ലെങ്കിൽ കണ്ടൽ കാടുകളിലൊക്കെ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് ഹാലോഫൈൽസ്. രണ്ടാമത്തെ ടൈപ്പാണ് തെർമോ അസിഡോഫൈൽസ് എന്ന് പറയുന്നത്. തെർമോ അസിഡോഫൈൽസ് ലിവ് ഇൻ ഹോട്ട് സ്പ്രിംഗ്. നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ, നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണ്, ഹോട്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഏരിയയിൽ വളരുന്നതാണ് തെർമോ അസിഡോഫൈൽസ്. എന്നാൽ മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, മെത്തനോജൻസ് എന്ന് പറയും. ലിവ് ഇൻ മാഷി ഏരിയാസ്. മാഷി ഏരിയാസ് എന്ന് പറഞ്ഞാൽ ചതുപ്പ് സ്ഥലങ്ങളിൽ. ചതുപ്പ് സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതൊക്കെ ഉണ്ടാവുന്നതും, മെത്തനോജൻസ് ഉണ്ടാവുന്നത് ചാണകത്തിലൊക്കെയാണ്. അതൊരു ചതുപ്പ് തന്നെയാണല്ലോ, അല്ലേ? മെത്തനോജൻസ് സാധാരണ ഈ റൂമിനന്റ് ആനിമൽസുകളുണ്ട്, അയവിറക്കുന്ന ആനിമൽസ്. അയവിറക്കുന്ന ആനിമൽസുകൾ ഏതൊക്കെയാ? പശു വിഭാഗത്തിൽ വരുന്നതാണ്. പോത്ത്, അങ്ങനെയുള്ള ജീവികളാണ് വരിക. ആടും വരുന്നുണ്ട്. മെത്തനോജൻസ്, അതിനും എന്താണ്, അതിൻ്റെ എന്താ പറയാ, സ്റ്റൊമക്കിൽ വ്യത്യസ്തമായ അറകളുണ്ടല്ലോ, അല്ലേ? ഈ ജീവികളൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റൊമക്കിന് 2-3 അറുണ്ടാവും.
ഒരു അറയിൽ നിന്ന് കുറച്ച് ചവച്ചരച്ചത് വീണ്ടും അരച്ച് അങ്ങനെ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ആടിനൊക്കെ അസിസ്റ്റന്റ്, അതേപോലെ ഒട്ടകം ഒക്കെ അതിൽപ്പെട്ടത് തന്നെയാണ്. അപ്പൊ അതിൻ്റെയൊക്കെ റൂമിനന്റ് ആനിമൽസിൽ അതിൻ്റെ ഗട്ട് എന്ന് പറഞ്ഞാൽ എവിടെ, ഇൻറ്റസ്റ്റൈൻ്റെ ഒരു ഭാഗമാണ് അല്ലേ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഒരു ഭാഗമാണ്. സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് ഇൻറ്റസ്റ്റൈൻ്റെ ഒരു ഭാഗമാണ് ഗട്ട് എന്ന് പറയുന്നത്. അവിടെ ഈ ബാക്ടീരിയകൾ ധാരാളം ഉണ്ടാവും. കൗ, ബഫലോസ്, ആൻഡ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് മീഥെയിൻ ഫ്രം ദി ഡങ് ഓഫ് ദീസ് ആനിമൽസ്. ഈ ജീവികളുടെ ചാണകത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, മീഥെയിൻ ഗ്യാസുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ബാക്ടീരിയകളാണ് മീഥെയിൻ, അതായത് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ബാക്ടീരിയകളാണ് മെത്തനോജൻസ്. ഇപ്പൊ ചാണകമൊക്കെ നമ്മൾ ബയോഗ്യാസ് പ്ലാന്റുകൾ, ചിലപ്പോൾ നിങ്ങളെ വീടിന്റെ അടുത്തോ അല്ലെങ്കിൽ ചുറ്റുഭാഗത്തോ എവിടെയെങ്കിലൊക്കെ ബയോഗ്യാസ് പ്ലാന്റുകൾ ഉണ്ടാവും. അതായത് നമ്മൾ കംപ്ലീറ്റ് ഉള്ള വേസ്റ്റുകൾ, അതേപോലെ ചാണകം ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ അതിൽ നമുക്ക് ബയോഗ്യാസ്, നമ്മൾ വീട്ടിൽ ആവശ്യമായിട്ടുള്ള LPG ഗ്യാസ് ഉപയോഗിക്കാതെ തന്നെ ബയോഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടുപ്പ് കത്തിക്കാൻ പറ്റും അല്ലേ, അതിൻ്റെ സ്റ്റൗ കത്തിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന, ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ, മീഥെയിൻ ഉൽപ്പാദിപ്പിക്കാൻ വരെ കാരണമാകുന്ന അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന ബാക്ടീരിയകളാണ് മെത്തനോജൻസ് എന്ന് പറയും. മെത്തനോജൻസ് എവിടെയാണ് ജീവിക്കുന്നത്? ലിവ് ഇൻ മാഷി ഏരിയ അല്ലേ, മാഷി ഏരിയയിലാണ് ജീവിക്കുന്നത്. മെയിനായിട്ട് വിച്ച് ബാക്ടീരിയ അല്ലെങ്കിൽ നെയിം ദി ബാക്ടീരിയ പ്രസന്റ് ഇൻ ദി ഗട്ട് ഓഫ് റൂമിനന്റ് ആനിമൽസ് എന്ന് ചോദിച്ചാൽ മെത്തനോജൻസ് എന്ന് എഴുതണം അല്ലേ. അതേപോലെ തന്നെ നെയിം ദി ബാക്ടീരിയ ദാറ്റ് ക്യാൻ ലിവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ് ആൻഡ് സോൾട്ടി, എക്സ്ട്രീംലി സോൾട്ടി ഏരിയാസ്. ഹോട്ട് സ്പ്രിങ്ങിൽ തെർമോസിഡോഫൈൽസും ഹാലോഫൈൽസും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ബയോഗ്യാസ് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണെന്നൊക്കെ ചോദിക്കും. ബയോഗ്യാസ് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണ്? മെത്തനോജൻസ്. അപ്പോൾ ഈ രൂപത്തിലാണ് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പോൾ അത് ബേസിക്കലി നമ്മൾ ഇത് എന്താന്നുള്ളത് അറിഞ്ഞിരിക്കും. അപ്പോൾ ആക്കി ബാക്ടീരിയ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ടൈപ്പാണ് യു ബാക്ടീരിയ അല്ലെങ്കിൽ ട്രൂ ബാക്ടീരിയ. യു ബാക്ടീരിയ, they are the characters, the presence of rigid cell wall and if motile a flagella. ഈ യു ബാക്ടീരിയയിലുള്ള ബാക്ടീരിയയുടെ പ്രത്യേകത റിജിഡ് സെൽ വോൾ ഉണ്ടാവും. റിജിഡ് സെൽ വോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഉറപ്പുള്ള സെൽ വോൾ ആയിരിക്കും. അതേപോലെ തന്നെ മൂവ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിന് ഫ്ലജെല്ലം പ്രസന്റ് ആയിരിക്കും, ഫ്ലജെല്ല ഉണ്ടായിരിക്കും അല്ലെ. മൂവ് ചെയ്യാൻ ഫ്ലജെല്ലം എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയിട്ടാണ്, ഫ്ലജെല്ല എന്ന് പറഞ്ഞാൽ പ്ലൂരൽ. അപ്പോൾ ഇവിടെ ഫ്ലജെല്ല ഉണ്ടാവാം, അതല്ലെങ്കിൽ ഫ്ലജെല്ല മൂവിങ്ങിനുള്ള ബാക്ടീരിയകളാണ്. അനക്കം എന്താണ്, സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്ന ടൈപ്പ് ബാക്ടീരിയ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അതിന് ഫ്ലജെല്ല പ്രസന്റ് ആയിരിക്കും. ചിലതിന് റിജിഡ് സെൽ വോളും ഉണ്ടായിരിക്കും. ഓക്കെ, റിവൈൻഡ് ചെയ്യാം. ഫുഡ് അല്ലേ. ഇപ്പൊ രണ്ട് ടൈപ്പാണ് ബാക്ടീരിയകൾ ഉള്ളത്. ഒന്ന് ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താ, മോസ്റ്റ് ഹാഷ് ഹാബിറ്ററ്റിൽ ജീവിക്കുന്നവയാണ്. മൂന്ന് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? മെത്തനോജൻസ്. അല്ലെ റൂമിനന്റ് ആനിമൽസിലെ ഗട്ടിലുള്ള ബാക്ടീരിയ ഏതാ? മീഥെയിൻ ഗ്യാസ്, ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാ? എക്സ്ട്രീംലി സോൾട്ട് കണ്ടീഷനിൽ ഹോട്ട് സ്പ്രിംഗ് ഏരിയയിൽ വളരുന്നത് യു ബാക്ടീരിയന്റെ മറ്റൊരു പേരാണ്. അതിന്റെ മെയിൻ ക്യാരക്ടർ എന്താ? യു ബാക്ടീരിയ. യു ബാക്ടീരിയയിൽ തന്നെ വ്യത്യസ്തമായ ടൈപ്സുകൾ ഉണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്ന് സയനോബാക്ടീരിയ എന്ന് പറയും. സയനോബാക്ടീരിയക്ക് പറയുന്ന മറ്റൊരു പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നാണ് പറയുന്നത്. ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ സയനോബാക്ടീരിയ. അതിന്റെ ക്യാരക്ടേഴ്സ് ഒരു ഇത് യൂണിസെല്ലുലാർ ആണ്, കൊളോണിയൽ ആണ്, ഓർ ഫിലമെന്റസ്, ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഓർ ടെറസ്ട്രിയൽ ആൽഗെ. സാധാരണ യൂണിസെല്ലുലാർ ആണ്.
അപ്പൊ യൂണിസെല്ലുലാർ, കൊളോണിയൽ ഓർ ഫിലമെന്റസ്, ഫ്രഷ് വാട്ടർ ഓർ മറൈൻ. ഫ്രഷ് വാട്ടറിൽ ഉണ്ടാവാം അല്ലെങ്കിൽ മറൈൻ വാട്ടറിൽ ജീവിക്കാം. ഓർ ടെറസ്ട്രിയൽ ആൽഗി. അതെ അതെ, സോൾട്ടി വാട്ടറിൽ. ഫിലമെന്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തണ്ട് പോലെ. ഇതൊരു ഫിലമെന്റാ ഞാൻ ഈ വരച്ചിട്ടുള്ളത്. കാണില്ലേ? സ്ക്രീൻ കാണില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു തണ്ട് പോലെ ഉള്ളതിനെയാണ് നമ്മൾ ഫിലമെന്റ് എന്ന് പറയും. ഫിലമെന്റസ് ബൾബ് എന്നൊക്കെ കേട്ടില്ലേ? ഫിലമെന്റസ് ബൾബ്. ബൾബിന്റെ ഉള്ളിൽ ഒരു ഫിലമെന്റ് ഉണ്ടാവും. ഫിലമെന്റസ് ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഓർ ടെറസ്ട്രിയൽ ആൽഗെ, അല്ലെങ്കിൽ കരയിൽ വളരുന്ന ആൽഗയും ആവാം. ദേ ഹാവ് ക്ലോറോഫിൽ എ. ക്ലോറോഫിൽ എ പ്രസന്റ് ആയിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. ബാക്ടീരിയകളാണ് ഇവ. സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്സ്. സാധാരണ നമ്മളെ സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഹരിതകം ഈ ബാക്ടീരിയകളുടെ ബോഡിയിലും കാണാം. എന്നിട്ട് ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ്. അപ്പൊ ഹരിതകം ഉണ്ടായത് കൊണ്ട് പിന്നെ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട്. ഓക്കെ. ദി കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ ജലാറ്റിനസ് ഷീറ്റ്. കോളനീസ് എന്ത് ചെയ്തും? ഇപ്പൊ ഇതൊരു കോളനി, അതാണ് ജലാറ്റിനസ് ഷീറ്റ് എന്ന് പറയുന്നത്. കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ ജലാറ്റിനസ് ഷീറ്റ്. ഒരു ജെല്ലി പോലുള്ള ഒരു കവറിങ് അതിൻ്റെ ഒരു കോളനിക്ക് ചുറ്റും ഉണ്ടാവും. They often form blooms in polluted water bodies. Blooms in polluted water bodies നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ പിക്ചറിൽ കഴിഞ്ഞാൽ. ഞാൻ ഇവിടെ ഒരു നീല കളറോ അല്ലെങ്കിൽ പച്ച കളറോ ആയി മാറുന്ന അവസ്ഥക്കാണ് നമ്മൾ ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ എന്ന് പറയും. അതായത് ചില ഭാഗങ്ങളിൽ പൊല്യൂഷൻ കൂടുതൽ, അതായത് ഇതിൻ്റെ ഗ്രോത്ത് കൂടും. ഈ ആൽഗയുടെ ഗ്രോത്ത് കൂടി വെള്ളം തന്നെ ആ ആൽഗയുടെ കളറായി മാറുന്ന, പച്ച കളറായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിനെയാണ് ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ എന്ന് പറയുക. അപ്പോൾ ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടറിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാന്ന് ചോദിച്ചാൽ ഏതാ പറയാ? സൈനോ ബാക്ടീരിയ പറയാം, അല്ലെങ്കിൽ നോസ്റ്റോക്ക് അനബീന എന്നൊക്കെ പറയാം കേട്ടോ. Okay, some of these organisms can fix atmospheric nitrogen in specialized cells called heterocysts. ഇവിടെ നോസ്റ്റോ, അപ്പോൾ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഫോർ ദി നൈട്രജൻ ഫിക്സേഷൻ, ഫോർ നൈട്രജൻ ഫിക്സേഷൻ ഫ്രം അറ്റ്മോസ്ഫിയർ അല്ലേ? അപ്പോൾ ഈ ജീവികളിൽ കാണപ്പെടുന്ന നൈട്രജൻ ഫിക്സിംഗ് സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് ഹെറ്ററോസിസ്റ്റ് എന്ന് പറയാം. ഹെറ്ററോസിസ്റ്റ്. ഓക്കെ, ഹെറ്ററോസിസ്റ്റ്. അപ്പോൾ ഒന്നുകൂടി പറയാം സൈനോ ബാക്ടീരിയന്റെ ക്യാരക്ടേഴ്സ്. ഇത് യൂണിസെല്ലുലാർ ആവാം, അല്ലെങ്കിൽ കോളനി ആയിട്ടോ ഫിലമെന്റസ് ആയിട്ടോ കാണാം. ഫ്രഷ് വാട്ടറിലോ മറൈൻ വാട്ടറിലോ കരയിലോ ടെറസ്ട്രിയൽ ആയിട്ടോ ജീവിക്കാം. They have chlorophyll A similar to green plants. സാധാരണ നമ്മളെ സസ്യങ്ങളിൽ കാണുന്ന പോലെയുള്ള ക്ലോറോഫിൽ എ പ്രസന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് ആണ്. കോളനീസിനെ പൊതുവെ ജലാറ്റിനസ് ഷീത്ത് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവും. ഇത് പലപ്പോഴും ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടറിന് കാരണമാവാം. നോസ്റ്റോക്ക് അനബീന ഓർ സൈനോ ബാക്ടീരിയ. Some of these organisms can fix atmospheric nitrogen in specialized cells. Heterocyst എന്ന് പറയുന്ന specialized nitrogen fixing cells can be seen in this group of bacteria. Cyanobacteriaയിൽ heterocyst എന്ന് പറയുന്ന specialized nitrogen fixing cellsകളെ നമുക്ക് കാണാൻ പറ്റും. അതാണ് സൈനോബാക്ടീരിയന്റെ പ്രത്യേകത. എക്സാമ്പിൾ ആണ് നോസ്റ്റോക്കും അനബീനയും. സൈനോബാക്ടീരിയ ഒന്ന് വായിച്ചു നോക്കിയേ. സൈനോബാക്ടീരിയ എന്ന് വായിച്ചു നോക്കി എല്ലാവരും. മനസ്സിലാക്കി പോവാ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇല്ല, റൈസോബിയം ബാക്ടീരിയ എന്ന് പറയുന്നത് അതൊരു സിംഗിൾ യൂണിസെല്ലുലാർ ബാക്ടീരിയ ആണ്. ഇതങ്ങനല്ല, ഇതൊരു കൊളോണിയൽ ബാക്ടീരിയ ആണ്. എന്നുവെച്ചാൽ ഓരോ സെല്ലുകളും അടുക്കി മുത്തുകൾ വെച്ച പോലെ അടുത്തടുത്തുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ, കൊളോണിയൽ ഫോംസിലുള്ള ബാക്ടീരിയ ആണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയത്. അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു സ്പെഷ്യൽ സെല്ലാണ് ഇവിടെ ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത്. റൈസോബിയം ബാക്ടീരിയ എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് യൂണിസെല്ലുലാർ ബാക്ടീരിയ ആണ്. അത്
പയറ് ചെടിയുടെ വേരിലുണ്ടാവും ഒരു മുകുളങ്ങളായിട്ട് നൊഡ്യൂളുകളാക്കി ഒരു പ്രത്യേക മുഴകളായിട്ട് പയർ ചെടിയുടെ വേരിലുണ്ടാവും. ആ ട്യൂമറിൽ അല്ലെങ്കിൽ ആ മുഴകൾക്കുള്ളിൽ ബാക്ടീരിയ ഉണ്ടാവും. ആ ബാക്ടീരിയ നേരിട്ട് എന്ത് ചെയ്യും? നൈട്രജനെ ഫിക്സ് ചെയ്യും. ബാക്ടീരിയ നേരിട്ട് ചെയ്യാണ്. അതായത് പ്ലാന്റ്സുകളിൽ ഹരിതകം ഉണ്ടാവും. ഹരിതകങ്ങൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഹരിതകം എന്താണ്? ഹരിതകം എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറ്, സസ്യങ്ങൾക്ക് ഗ്രീൻ കളർ കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ആണ്. പിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് അബ്സോർബിങ് സബ്സ്റ്റൻസുകളെയാണ്, ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന രാസപദാർത്ഥങ്ങളെയാണ് നമ്മൾ പിഗ്മെന്റ്സ് എന്ന് പറയാം. അതിൽപ്പെട്ട ലൈറ്റിലുള്ള എനർജിയെ സ്വീകരിക്കുന്ന രാസപദാർത്ഥങ്ങൾ, അതായത് ലൈറ്റ് അബ്സോർബിങ് കെമിക്കൽ സബ്സ്റ്റൻസസ്, ദാറ്റ് ഈസ് കോൾഡ് പിഗ്മെന്റ്സ്. അപ്പൊ ലൈറ്റിലുള്ള ധാരാളം എനർജി ഉണ്ടാവും, ഫോട്ടോൺസ് എനർജികൾ ഉണ്ടാവും. ആ എനർജികളെ അബ്സോർബ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളാണ്, രാസപദാർത്ഥങ്ങളാണ് പിഗ്മെന്റ്സ്. ആ പിഗ്മെന്റ്സുകൾക്ക് എക്സാമ്പിൾ ആണ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ തന്നെ പല ടൈപ്പുകളുണ്ട്. ക്ലോറോഫിൽ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. 4 ടൈപ്പ് ക്ലോറോഫില്ലുകളാണ് ഉള്ളത്. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ പറയുമ്പോൾ 4 ടൈപ്പാണ് ക്ലോറോഫിൽ എ, ബി, സി, ഡി. ഇവിടെ ഇതിൻ്റെയൊക്കെ വ്യത്യാസം എന്ന് വെച്ചാൽ ലൈറ്റിലുള്ള വേവ് ലെങ്ത്, വ്യത്യസ്തമായ വേവ് ലെങ്ത്തിൽ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായില്ല? ഈ ലൈറ്റില് ഡിഫറെന്റ് വേവ് ലെങ്ത്തുകളുണ്ട് അല്ലേ? 390 to 700 നാനോമീറ്റർ റേഞ്ചിലുള്ള ലൈറ്റിന്റെ വേവ് ലെങ്ത്തുകളിൽ ചില ഹരിതകത്തിന് ചില വേവ് ലെങ്ത്തിൽ കൂടുതലായിട്ട് ലൈറ്റിനെ ട്രാപ്പ് ചെയ്യാൻ കഴിയും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഹരിതകങ്ങളുണ്ട്. ആ ഹരിതകത്തിന്റെ പേരുകളാണ്, ഒരു ടൈപ്പ് ഹരിതകത്തിന്റെ പേരാണ് ക്ലോറോഫിൽ എ. വേറുണ്ട് ക്ലോറോഫിൽ ബി, ക്ലോറോഫിൽ സി, ക്ലോറോഫിൽ ഡി. ഓക്കെ, അപ്പൊ അതിൽപ്പെട്ട ഈ ക്ലോറോഫിൽ എക്ക് തുല്യമായിട്ടുള്ള ഗ്രീൻ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ക്ലോറോഫിൽ എക്ക് സിമിലർ ആയിട്ടുള്ള എന്താണ് ക്ലോറോഫിൽ എ ഇത്തരം ബാക്ടീരിയകളിലും കാണപ്പെടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. They have chlorophyll A similar to green plants and are photosynthetic autotrophs. അതുകൊണ്ട് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് കപ്പാസിറ്റി, ഫോട്ടോസിന്തറ്റിക് കഴിവ് ഉള്ള, സ്വന്തമായി ഭക്ഷണം നിർമ്മിക്കാൻ കഴിവുള്ള ഗ്രൂപ്പാണ് സയനോബാക്ടീരിയ. ഈ ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പിഗ്മെന്റ് ആണ്. ലൈറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തും കഴിവുള്ള എന്താണ് പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ എ. ക്ലോറോഫിൽ ബി ഒക്കെ അതിൻ്റെയൊക്കെ സബായിട്ട് വരുന്നതാണ്. മെയിൻ പിഗ്മെന്റ് തന്നെ ഇതിലുണ്ട് എന്നാണ് ഈ പറഞ്ഞത്. ചുരുക്കി ഇത്ര മനസ്സിലാക്കിയാൽ മതി, സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഹരിതകം ഈ ബാക്ടീരിയകളിലും കാണാം. ചോദിച്ച ആൾക്ക് മനസ്സിലായോ? അപ്പൊ ഇനി അടുത്തതിലേക്ക് പോകാൻ പറ്റുമോ? ഇത് ക്ലിയർ ആണോ? എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. സയനോബാക്ടീരിയ, യുബാക്ടീരിയന്റെ ഒരു ടൈപ്പാണ് സയനോബാക്ടീരിയ. സയനോബാക്ടീരിയയിൽ ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടറിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചാൽ, സയനോബാക്ടീരിയന്റെ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നോസ്റ്റോക്ക്, അതേപോലെ അനബീന, ഇതൊക്കെ സയനോബാക്ടീരിയയിൽ പെട്ടതാണ്. പക്ഷെ കോളനി ആയിട്ട് ഒന്നിച്ചുണ്ടാവുക. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓരോ യൂണി സെല്ലുകൾ, പക്ഷെ ഒന്നിച്ചാണ്, ഒരു ഫിലമെന്റ് പോലെ ഒന്നിച്ച്. അതുകൊണ്ടാണ് ഇത് പച്ച കളറിൽ കാണുന്നത്. ക്ലോറോഫിൽ പ്രസന്റ് ഹരിതകൾ ഇപ്പോൾ ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത് കോളനിയാണ്. ഈ കോളനിന്റെ ചുറ്റും, ഇതിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നില്ല, ഇതിന്റെ ചുറ്റും എന്താണ്, ഇപ്പൊ ഇവിടെ ഒരു ജലാറ്റിനസ് ഷീത്ത് ഉണ്ടാവും ഇതിന്റെ ചുറ്റും. വെച്ചാൽ ഒരു ജെല്ലി പോലെ കാണപ്പെടുന്ന ഒരു കവറിങ് ഇതിന്റെ ചുറ്റും ഉണ്ടാവും. മനസ്സിലായോ? ക്ലിയർ ആയോ? കടൽ ജലമുണ്ട്, അനബീനയിലും ഉണ്ട്.
ഈ ഒരു ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്ന സംഭവം. ഹെറ്ററോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ഹെറ്ററോസിസ്റ്റ് ആണ്, ഇത് ഹെറ്ററോസിസ്റ്റ് ആണ്, ഇത് ഹെറ്ററോസിസ്റ്റ് ആണ്. മനസ്സിലായോ? ഹെറ്ററോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദിസ് ഈസ് ഹെറ്ററോസിസ്റ്റ്. ഹെറ്ററോസിസ്റ്റ് ഹെറ്ററോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രജനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ സെല്ലിനെയാണ് ഹെറ്ററോസിസ്റ്റ് എന്ന് പറയാം. ഹെറ്ററോസിസ്റ്റ് ഇവിടെ ഈ കോളനിന്റെ ഇടയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെല്ല് കണ്ടോ? ഒരു മഞ്ഞ കളറില് പിക്ചറിൽ കണ്ടോ? മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതാണ് ഹെറ്ററോസിസ്റ്റ്. ഇതാണ് ഹെറ്ററോസിസ്റ്റ്. ഹെറ്ററോസിസ്റ്റിന്റെ പ്രത്യേകത എന്താ പറഞ്ഞേ? നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സ്പെഷ്യലൈസ്ഡ് സെല്ലിനെയാണ് ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹെറ്ററോസിസ്റ്റ് അപ്പൊ ഈ കോളനി തന്നെ ഉള്ള ഒരു സ്പെഷ്യൽ സെല്ല് എന്തായിരിക്കും? നൈട്രജൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള സെല്ലായിരിക്കും. ആ സെല്ലിനെയാണ് നമ്മൾ ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത്. ചെയിനിൽ കോർത്ത പോലെ ഒരു ചെയിൻ പോലെ കാണാൻ പറ്റും. നെക്സ്റ്റ് ഇപ്പൊ സയനോബാക്ടീരിയ നമ്മൾ പറഞ്ഞത്. അടുത്തത് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. These bacteria oxidize various inorganic substances such as nitrates, nitrites, and ammonia, and use the released energy for their ATP production. They play a great role in recycling nutrients like nitrogen, phosphorus, and sulfur. അതായത് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ നടക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? അത് ചെറിയൊരു നെറ്റ്വർക്ക് പ്രോബ്ലം വന്നതാണ് കേട്ടോ. അപ്പോ ഇവിടെ പറഞ്ഞത് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആണ് അല്ലേ? അപ്പോ ഈ നൈട്രൈറ്റ്സ്, അമോണിയ പോലുള്ള സബ്സ്റ്റൻസുകളെ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ അപ്പൊ നൈട്രജൻ ഫിക്സിങ്ങിന്റെ ഒക്കെ സമയത്ത് നടക്കുന്ന കാര്യമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോ നൈട്രജനെ അമോണിയാക്കി ഇപ്പോൾ ഇടിമിന്നൽ ഉണ്ടാവുമ്പോഴൊക്കെ അന്തരീക്ഷത്തിലുള്ള N2 ഫോമിനെ എന്താക്കി മാറ്റും? NH3 ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ടാവും അല്ലേ? ഇത് സോയിലിൽ എത്തിച്ചേരും. ഇത് അറ്റ്മോസ്ഫിയറിലാണ്. അറ്റ്മോസ്ഫിയർ ഇപ്പൊ ഈ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ സോയിലിലേക്ക് അമോണിയ രൂപത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ അമോണിയനെ പിന്നീട് പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്ത ഫോമിലേക്ക് മാറ്റണം. അപ്പൊ NH3നെ NO2 നൈട്രൈറ്റ് ആക്കി മാറ്റും. നൈട്രൈറ്റ് ആക്കി മാറ്റും ആദ്യം. അപ്പൊ ഇവിടെ മാറ്റുന്നത് ഒരു രണ്ട് ബാക്ടീരിയകളുടെ ഹെൽപ്പോട് കൂടിയാണ്. ഇപ്പൊ നൈട്രോസോമണാസ് അതെ, കേൾക്കില്ല? മനസ്സിലായോ? ഓക്കെ, ഒന്നുകൂടി പറയാം. ഇവിടെ നൈട്രജൻ, സാധാരണ അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ 78% നൈട്രജൻ ഉണ്ട്. ഓക്കെ, ഈ നൈട്രജനെ നമുക്ക് പ്ലാന്റ്സിന് കിട്ടുമോ? അറ്റ്മോസ്ഫിയറിന് നേരിട്ട് കിട്ടുമോ? കിട്ടൂല. അപ്പോ നടക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയും. നൈട്രജൻ ഫിക്സേഷൻ ഈ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ സോയിലിലേക്ക് അമോണിയ രൂപത്തിലേക്ക് എത്തിക്കും. അത് അറ്റ്മോസ്ഫിയർ ചെയ്യുന്നതാണ്. പല രൂപത്തിലും ഈ അമോണിയ വരും. ചിലപ്പോൾ ഇടിയും മിന്നലും ഉണ്ടാവുമ്പോൾ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ സോയിലിലേക്ക് അമോണിയ രൂപത്തിലേക്ക് വരാം. അതല്ലെങ്കിൽ എന്താണ്, ഇൻഡസ്ട്രിയൽ ആയിട്ട്, അതായത് ചില കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് മഴവെള്ളത്തിലൂടെ സോയിലിലേക്ക് നൈട്രജൻ അമോണിയ ആയിട്ട് എത്തിച്ചേരാം. അപ്പൊ സോയിലിൽ എന്തായാലും അമോണിയ രൂപത്തിലേക്ക് നൈട്രജന്റെ ഒരു രൂപം എത്തി അല്ലേ? ഇനി അതിനെ മറ്റു പല പ്ലാന്റ്സിന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ സഹായിക്കുന്നത് നമ്മൾ പറഞ്ഞ ചില കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയകളാണ്.
ആ ബാക്ടീരിയകൾക്ക് എക്സാമ്പിൾ ആണ് നൈട്രോസോമണാസ്. എത്രയും പറഞ്ഞാൽ മനസ്സിലായോ? അറ്റ്മോസ്ഫിയറിലാണ് നൈട്രജൻ. ആ നൈട്രജൻ നേരിട്ട് സസ്യങ്ങൾക്ക് കിട്ടൂല. ആ നൈട്രജനെ സോയിലിലേക്ക് ആദ്യം അമോണിയാക്കി കൺവേർട്ട് ചെയ്യണം. അപ്പൊ സോയിലിൽ അമോണിയ എത്തിച്ചേർന്നു. സോയിലുള്ള അമോണിയ പ്ലാന്റ്സിനെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ബാക്ടീരിയയാണ് നൈട്രോസോമണാസ്. ഈ നൈട്രോസോമണാസ് അല്ലെങ്കിൽ നൈട്രോബാക്ടർ, ഓക്കെ, ഈ ബാക്ടീരിയകളൊക്കെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. അപ്പോൾ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയകൾക്ക് എക്സാമ്പിൾ ഇപ്പോൾ ഏതാ ഞാൻ പറഞ്ഞത്? രണ്ടെണ്ണം പറഞ്ഞു. ആരൊക്കെയാണ്? നൈട്രോബാക്ടർ. ഓക്കെ, ഇപ്പൊ ഇവർ രണ്ടാളും നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തതാണ്. ഇവരെന്താ ചെയ്തത്? അമോണിയനെ എന്താക്കി മാറ്റി? NO2, അതായത് നൈട്രൈറ്റ് ആക്കി മാറ്റി. ഓക്കെ, ഇനി ഇതിനെയും നൈട്രേറ്റുമാക്കി മാറ്റും, NO3 ആക്കി മാറ്റും, നൈട്രേറ്റ്. അവിടെയും നൈട്രോ ബാക്ടർ എന്ന് പറയുന്ന എന്താണ്, നൈട്രോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അവനെ നമുക്ക് എന്ത് വിളിക്കാം? കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് വിളിക്കാം. അവരെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് ചോദിച്ചാൽ, ഇവിടെ അമോണിയനെ നൈട്രൈറ്റ് ആക്കി, നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കി. ഇതൊക്കെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് ഈ ബാക്ടീരിയകൾ അവക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് നിർമ്മാണം, ATP പ്രൊഡക്ഷൻ നടക്കും. ഇത് ATP പറഞ്ഞാല് ATP അറിയില്ലേ? അതെന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് എന്താണ് സംഭവം? എനർജിയെ സെല്ലുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപമാണ് ATP, അല്ലേ? അഡിനോസിൻ ജീവികളുടെ സെല്ലുകൾക്ക്, കോശങ്ങൾക്ക് എനർജിയെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപം, അതാണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പൊ ആ രൂപത്തിലേക്ക് എനർജിയെ സ്റ്റോർ ചെയ്ത് വെക്കും. എവിടുന്നാണ് ആ എനർജി കിട്ടിയത് ഈ ബാക്ടീരിയകൾക്ക്? നൈട്രോസോമണാസിനും നൈട്രോബാക്ടറിനും ഒക്കെ ഈ എനർജി ആക്കാൻ, ATP ഉണ്ടാക്കാൻ എനർജി എവിടുന്ന് കിട്ടി? അറ്റ്മോസ്ഫിയറിൽ നിന്നാണോ കിട്ടിയത്? അല്ല, നമ്മൾ ഈ കെമിക്കൽ റിയാക്ഷൻ പറഞ്ഞില്ലേ, അമോണിയനെ നൈട്രൈറ്റ് ആക്കിയപ്പോഴും നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കിയപ്പോഴും അതെന്താണ്? ഒരു കെമിക്കൽ രാസപ്രവർത്തനമാണ്, കെമിക്കൽ റിയാക്ഷൻ ആണ്. ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും? അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, കുറച്ച് എനർജി അവിടുന്ന് പുറത്തേക്ക് വരും. എനർജിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എനർജി neither be created nor be destroyed, but it can be converted from one forms to another forms, അല്ലേ? ന്യൂട്ടന്റെ ലോ ആണത്. പഠിച്ചില്ലേ നിങ്ങൾ? ചെറിയ ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എനർജിയെ നമുക്ക് സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, അല്ലേ? അതിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനേ കഴിയുള്ളൂ എന്നാണ് ന്യൂട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമം. അങ്ങനെ തന്നെയാണ് പ്രകൃതിയിൽ സംഭവിക്കുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ അമോണിയനെ നൈട്രേറ്റ് ആക്കുമ്പോൾ അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ആ റിയാക്ഷന്റെ ഫലമായിട്ട് കുറച്ച് എനർജി പുറത്തേക്ക് വരും. ആ എനർജി ഈ ബാക്ടീരിയകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫുഡിന് വേണ്ടിയിട്ടുള്ള ATP ആക്കി, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യത്തിനുള്ള ATP ആക്കി അതിനെ കൺവേർട്ട് ചെയ്യും. നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കുന്നത് പ്ലാന്റ്സുകൾക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? പ്ലാന്റ്സുകൾക്ക് അതെ, അമോണിയനെ നൈട്രേറ്റ് ആക്കി പിന്നീട് നൈട്രേറ്റും ആക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, സസ്യങ്ങൾക്ക്, പ്ലാന്റ്സുകൾക്ക് വളരെ ഈസി ആയിട്ട് ചില പ്ലാന്റ്സുകൾക്ക് നൈട്രേറ്റ് ആവും അബ്സോർബ് ചെയ്യാൻ എളുപ്പം, ചില പ്ലാന്റ്സുകൾക്ക് നൈട്രേറ്റ് ആവും അബ്സോർബ് ചെയ്യാൻ എളുപ്പം. അപ്പൊ അതൊക്കെ ഭൂമിയിലെ സോയിൽ ഉണ്ടാവണം, അതിൻ്റെ വ്യത്യസ്തമായ ഫോംസുകൾ, അല്ലേ? നമ്മളിപ്പോൾ എന്തിനാണ് ബിരിയാണി കഴിക്കുന്നത്? എന്തിനാണ് സാധാ ചോറ് കഴിക്കുന്നത്? ചോറ് മാത്രം കഴിച്ചാൽ പോരെ, എന്തിനാ ബിരിയാണി കഴിക്കേണ്ട ആവശ്യമുണ്ടോ?
ഇടയ്ക്കൊരു ചേഞ്ച്, അതേപോലെ തന്നെ, അത്രേ ഉള്ളൂ ഇത്. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഇവിടെ ഈ നൈട്രേറ്റിൽ നിന്ന് വീണ്ടും അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ വേറെ ചാപ്റ്ററിൽ പഠിക്കും. അപ്പൊ അതിന് വ്യത്യസ്തമായിട്ടുള്ള റീസൺസുകളുണ്ട്. ഈ കൺവേർഷന്റെ റീസൺ, പല ഫോംസുകൾ അല്ലെങ്കിൽ വേറെ രൂപത്തിലേക്ക് മാറാനൊക്കെ ഉള്ള പല കാരണങ്ങളും അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇവിടെ oxidize various inorganic substances. These bacteria oxidize various inorganic substances such as nitrates, nitrites and ammonia and use the released energy for their ATP production. അല്ലേ? ATP നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പ്രോസസ്സ് നടന്നത്. They play a great role in recycling nutrients like nitrogen. ഇപ്പൊ നൈട്രജന്റെ റീസൈക്ലിങ്ങിന് കൂടി ഈ ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ സോയിലിലേക്ക് എത്തുന്നു. സോയിലിലേക്ക് എത്തിയിട്ടുള്ള നൈട്രൈറ്റ് എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സിലേക്ക് പോവാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ആക്കി മാറ്റാം. എല്ലാ നൈട്രൈറ്റുകളും പ്ലാന്റ്സ് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യണമെന്നില്ല. കുറച്ച് എന്ത് ചെയ്യും? വീണ്ടും അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ആയിട്ട് മാറും. അറ്റ്മോസ്ഫിയറിലും നൈട്രജൻ ഉണ്ടാവണം, ഒരു ബാലൻസ് ചെയ്ത് പോകണം. അപ്പൊ അവിടെയും എന്താണ് തയോബാസില്ലസ് എന്ന് പറയുന്ന മറ്റൊരു കീമോസിന്തറ്റിക് ബാക്ടീരിയ അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ റീസൈക്ലിംഗ് ന്യൂട്രിയൻസ്, നൈട്രജൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. നൈട്രജന്റെ റീസൈക്ലിംഗ് പോലെയുള്ള പ്രോസസ്സുകളെ ഈ ബാക്ടീരിയകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതൊക്കെ പാടെ പറഞ്ഞ് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഒരു കെമിക്കൽ റിയാക്ഷൻ, ഇത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിലുള്ള റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് ഈ ബാക്ടീരിയകളൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള ATP നിർമ്മാണം നടത്തുന്നു. അതാണ് എന്ത്? കീമോസിന്തറ്റിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? കീമോസിന്തറ്റിക് ബാക്ടീരിയ. യെസ്. ഇനി നെക്സ്റ്റ്, ഫ്രീ ലിവിങ് ആയിരിക്കാം അല്ലെങ്കിൽ സിംബയോട്ടിക് ബാക്ടീരിയ ആണ് റൈസോബിയം ബാക്ടീരിയ. അത് സ്വതന്ത്രമായിട്ട് മണ്ണിൽ ജീവിക്കാം, അതല്ലെങ്കിൽ സിംബയോട്ടിക് അസോസിയേഷനിലൂടെ ഒരു പയറുവർഗ്ഗങ്ങളുടെ വേരിലും ജീവിക്കാം. ഓക്കെ, അപ്പോ അതൊരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നൈട്രജനെ ഫിക്സ് ചെയ്യാനാണ് അവിടെ ആദ്യത്തെ ബീനെയൊക്കെ പറയാം. കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാല് ATP പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മതിയോ? The inorganic, they oxidize various inorganic substances and use the released energy for their ATP production. അതാണ്, this bacteria oxidize various inorganic substances and use released energy for their ATP production. Okay, ഇങ്ങനെ പറഞ്ഞാൽ മതി. This bacteria oxidize various inorganic substances and use released energy for their ATP production. This type of bacteria is called chemosynthetic autotrophic bacteria. Heterotrophic bacteria. Heterotrophic bacteria എന്ന് പറഞ്ഞാൽ കൂടുതലും ഡീകമ്പോസേഴ്സ് ആയിരിക്കും. The decomposers എന്ന് പറഞ്ഞാൽ dead and decaying matters-ൽ നിന്ന് ഫുഡ് സ്വീകരിക്കുക, അല്ലേ? They are helpful in making curd from milk. പാൽ തൈരാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാക്ടോബാസില്ലസ് ബാക്ടീരിയനെ ഹെൽപ്പ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്, അല്ലേ? പാല് ചൂടാക്കി വെച്ചാൽ എന്ത് ചെയ്യും? അതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ഉപയോഗിച്ച ബാക്ടീരിയയാണ് നമ്മൾ ചേർക്കുന്നത്. തൈര് ഉപയോഗിക്കും, അല്ലേ? പിന്നീട് അത് എന്താണ്? ആ പാല് മൊത്തം തൈരായി മാറുന്നു. അതേപോലെ പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലല്ലോ, അത് ഞാൻ നേരത്തെ വിശദമാക്കിയതാണ്.
റൈസോബിയം ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്രീ ലിവിങ് ബാക്ടീരിയ ആണ്. ഇപ്പൊ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അത് എല്ലാ ബാക്ടീരിയകളും എന്താണ്? മോശക്കാരല്ല. ചില ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നുണ്ട്? ചില നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബാക്ടീരിയ എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാം മോശക്കാരാണെന്ന് വിചാരിക്കരുത്. ഇവിടെ മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക്, അല്ലേ? പാലിനെ തൈരാക്കാൻ ഉപയോഗിക്കുന്നു. പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്, ഇപ്പൊ നമ്മള് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ചില ബാക്ടീരിയകളിൽ നിന്ന്. അപ്പോൾ ആന്റിബയോട്ടിക്സ് ഉൽപ്പാദിപ്പിക്കാൻ. ഫിക്സിങ് നൈട്രജൻ ഇൻ ലെഗ്യൂംസ് റൂട്ട്സ്, ലെഗ്യൂമിനസ്, കണ്ടോ? ലെഗ്യൂമിനസ് റൂട്ടിൽ നൈട്രജനെ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇവിടെ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് വെച്ചാൽ ഇപ്പോൾ റൈസോബിയം ബാക്ടീരിയക്ക് ഹെറ്ററോട്രോഫിക് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. സം ആർ പാത്തോജനിക്സ്, ചില ബാക്ടീരിയ എന്താണ്? പാത്തോജനിക്കുമാണ്. പാത്തോജനിക് എന്ന് പറഞ്ഞാൽ എന്താ? രോഗം ഉണ്ടാക്കും, അല്ലേ? മനുഷ്യർക്ക് യെസ്, നമ്മള് എന്താണ്? സാൽമോണല്ല ടൈഫിമുരിയം പറയുന്ന ബാക്ടീരിയ എന്താണ്? ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ, അല്ലേ? ഇപ്പോൾ അഴുകിയ വെള്ളം കുടിക്കേണ്ടി വന്നാലോ അഴുകിയ ഫുഡ് കഴിക്കേണ്ടി വന്നാലോ ഒക്കെ ഒരു പക്ഷേ ടൈഫോയിഡ് ഉണ്ടാവാം. അപ്പം അതിൽ ആ ബാക്ടീരിയന്റെ പ്രസൻസ് ഉണ്ടായത് കൊണ്ടാണ്. അതേപോലെ ചില ക്രോപ്സ്, വിളകളെ നശിപ്പിക്കുന്നു. ഫാം ആനിമൽസുകൾക്ക് രോഗം ഉണ്ടാക്കും, പെറ്റ് ആനിമൽസുകൾക്ക് രോഗം ഉണ്ടാക്കും, മനുഷ്യർക്ക് തന്നെ കോളറ ഉണ്ടാക്കും, അല്ലേ? വയറിളക്കവും അതേപോലെ തന്നെ ഛർദി, അതേപോലെ തന്നെ ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ എന്ന് പറയുന്ന നാരങ്ങയെ ബാധിക്കുന്ന അസുഖം ബാക്ടീരിയ മൂലം ഉണ്ടാവുന്ന ഡിസീസാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങൾ പ്ലാന്റ്സുകൾക്കും ആനിമൽസുകൾക്കും രോഗം ഉണ്ടാവാൻ കാരണമാകും ചില ബാക്ടീരിയകൾ. ചിലത് ഉപകാരപ്രദമായിട്ടുള്ള ബാക്ടീരിയകളുമാണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഓക്കെ. പിന്നെ റൈസോബിയം ബാക്ടീരിയക്ക് ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ ഈ പയറുവർഗത്തിന്റെ വേരിലൂടെ അതിന്റെ എന്താണ് അതിരിക്കുന്ന ഭാഗത്തേക്ക് സൈലം ഫ്ലോയത്തിന്റെയും കണക്ഷൻസ് ഉണ്ടാവും. അതിലൂടെയാണ് അതിന് ഫുഡ് കിട്ടുക. ഇപ്പൊ പ്ലാന്റ്സ് കൊടുക്കുന്ന ഫുഡാണ് റൈസോബിയം ബാക്ടീരിയ കഴിക്കുക. മനസ്സിലായോ? അത് എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അല്ല ഫുഡ് സ്വീകരിക്കുന്നത്, അല്ലാതെ സെപ്പറേറ്റ് ഫുഡ് സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് കീമോഓട്ടോട്രോപ്സിൽ പെടുത്താത്തത്. മനസ്സിലായോ? ചോദ്യകർത്താവിന് ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ദെയർ ഫുഡ്. അതാണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയന്റെ പൊതുവായുള്ള പ്രത്യേകത. കേട്ടോ? ക്ലിയർ ആയോ? യെസ്. ഈ ബാക്ടീരിയന്റെ റീപ്രൊഡക്ഷനിൽ രണ്ട് ടൈപ്പാണ്. ഒന്ന് ഫിഷൻ, അതേപോലെ DNA ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ക് അനദർ. ഫിഷൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയന്റെ പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബൈനറി ഫിഷൻ, മൾട്ടിപ്പിൾ ഫിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്ടീരിയ നടക്കുന്ന റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സുകളാണ്. അതായത് ഒരു ബാക്ടീരിയ എന്താവുന്നു, അത് രണ്ടായി വിഭജിക്കുന്ന പ്രോസസ്സാണ് ബൈനറി ഫിഷൻ. അപ്പോൾ ഫിഷന്റെ ഒരു രൂപമാണ് ബൈനറി ഫിഷൻ. അപ്പോൾ ഇത് ഈ പേരുകൾ പഠിച്ചാൽ മതി. റീപ്രൊഡക്ഷന്റെ രണ്ട് രീതിയിലാണ് റീപ്രൊഡക്ഷൻ നടക്കുക, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പിക്ചർ ആഡ് ചെയ്തത്. ഫിഷൻ ആണ് ഒന്ന്. ഫിഷൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ രണ്ടായി വിഭജിക്കുന്നു. അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആദ്യം വിഭജിക്കും, അതിനുശേഷം സെല്ല് രണ്ടായി മാറും. ഓക്കെ, അതാണ് ഇവിടെ ബൈനറി ഫിഷൻ കൊടുത്തത്. രണ്ടാമത്തെ രീതി DNA ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയൻ ടു അതർ. ഇതൊരു പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് വ്യത്യസ്ത രൂപത്തിലാണ് ഈ DNA ട്രാൻസ്ഫർ നടക്കുക. ഒരു ബാക്ടീരിയയുടെ DNA എന്ത് ചെയ്യുന്നു, മറ്റൊരു ബാക്ടീരിയയിലേക്ക് റെസിപ്പിയന്റ് ബാക്ടീരിയ. ഇത് വേണമെങ്കിൽ ഇപ്പോൾ ഇതിനെ മെയിലായിട്ട് ഈ ബാക്ടീരിയ നമുക്ക് മെയിൽ ബാക്ടീരിയ ആയിട്ട് സങ്കല്പിക്കാം. ശരിക്കും മെയിൽ ബാക്ടീരിയ ഫീമെയിൽ ബാക്ടീരിയ ഇല്ല കേട്ടോ. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ഇത് ഫീമെയിൽ ആയിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഈ മെയിൽ ബാക്ടീരിയയിൽ നിന്ന് DNA എന്ത് ചെയ്യുന്നു, ഫീമെയിൽ ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ഈ മെയിൽ ബാക്ടീരിയന്റെ സ്വഭാവം ഫീമെയിൽ ബാക്ടീരിയക്ക് കിട്ടും. അതൊരു പ്രത്യേക ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ്. ഇപ്പോഴത്തെ
സെക്ഷൽ റീപ്രൊഡക്ഷന്റെ വെൽ ഡെവലപ്ഡ് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഭാഗമല്ല, വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള പുരാതനമായിട്ടുള്ള ഒരു രീതിയാണെന്ന് മാത്രമേ നമുക്ക് അതിനെ സൂചിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞാൽ രണ്ട് ബാക്ടീരിയകൾ അടുത്തടുത്ത് വരും, ഒരു ബാക്ടീരിയന്റെ DNA അടുത്ത ബാക്ടീരിയക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതാണ് കോൺജുഗേഷൻ എന്ന് പറയുന്ന രീതി. ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ട്രാൻസ്ഡക്ഷൻ ആണ്. ബാക്ടീരിയോഫേജ് വൈറസ് വൈറസ് മുഖേന ഒരു ബാക്ടീരിയയുടെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസ് മുഖേന ഒരു ബാക്ടീരിയയുടെ DNA അടുത്ത ബാക്ടീരിയക്ക് കൊടുക്കുന്ന രീതിയാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്. എങ്ങനെയാണ് ഒരു ബാക്ടീരിയയുടെ ജീൻ അടുത്ത ബാക്ടീരിയയിലേക്ക് എത്തുക എന്ന് നിങ്ങൾക്ക് ഒരു ഊഹം, ഒരു മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രം കാണിച്ചത്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. DNA ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയം ടു അതർ, അതാണ് രണ്ടാമത്തത്. ഒന്നാമത്തെ ഫിഷൻ. രണ്ട് പോയിന്റ്സ് ആണ് റീപ്രൊഡക്ഷൻ നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, റീപ്രൊഡക്ഷൻ ക്ലിയർ അല്ലേ? എല്ലാം കേട്ടിട്ടുണ്ടാവുമല്ലോ, ബൈനറി ഫിഷൻ, ഇതിന്റെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സുകൾ കേട്ട. പിന്നെ റീപ്രൊഡക്ഷൻ രണ്ട് ടൈപ്പ് ഏതൊക്കെയാ? ഈ കിങ്ഡം മൊണീറയിൽ ഒറ്റ ടോപ്പിക് മാത്രമേ ഉള്ളൂ, മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന, അതുകൂടി പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ these are the organisms that completely lack a cell wall. ഒരു സെൽ വോള് മുഴുവനായിട്ട് ഇല്ലാത്ത, സെൽ വോൾ ആബ്സെന്റ് ആയിട്ടുള്ള, മൊണീറയിൽ തന്നെ സെൽ വോൾ ആബ്സെന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ് മൈക്കോപ്ലാസ്മ എന്ന് പറയാം. മൈക്കോപ്ലാസ്മയുടെ ചിത്രം കഴിഞ്ഞ ടീച്ചർ പഠിപ്പിച്ചതിൽ കാണിച്ചിട്ടില്ലേ? കണ്ടിട്ടുണ്ടാവുമല്ലോ. They are the smallest living cell. ഏറ്റവും ചെറിയ സെല്ലാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ഏറ്റവും സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ് ഇത്. വേൾഡില് മൊത്തത്തിൽ ഉള്ളതാണ് കേട്ടോ ഈ പറയുന്നത്. ഏറ്റവും ചെറിയ ലിവിങ് സെല്ലാണ്, സ്മോളസ്റ്റ് സെല്ലാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ഇതിനേക്കാളും ചെറിയ സെൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ബാക്ടീരിയ ആണ് ചെറുതെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു, പക്ഷെ അതിനും ചെറുതാണ് മൈക്കോപ്ലാസ്മ. They can survive without oxygen. ഓക്സിജൻ ഇല്ലാതെ നിലനിൽക്കാൻ ശേഷിയുള്ള ഒരു വിഭാഗം കൂടിയാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. മൈക്കോപ്ലാസ്മന്റെ മൂന്ന് പ്രത്യേകതകളാണ് പറഞ്ഞത്. These are the organisms that completely lack a cell wall. സെൽ വാൾ ഇല്ലാത്ത ജീവി വർഗമാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. അതായത് മൊണീറയിൽ സാധാരണ സെൽ വാൾ ഉണ്ടാവുമല്ലോ, മൊണീറയിൽ തന്നെ ഉള്ള മറ്റൊരു വിഭാഗമാണ് മൈക്കോപ്ലാസ്മ. പറയണ മനസ്സിലാവണില്ലേ സാറിനോ? അപ്പൊ മൊണീറയിൽ സാധാരണ സെൽ വാൾ ഉണ്ടല്ലോ, പക്ഷെ അതൊരു റയർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് മൈക്കോപ്ലാസ്മ. അതില് കംപ്ലീറ്റ്ലി ലാക്ക് സെൽ വാൾ ഇല്ലാത്ത ഗ്രൂപ്പാണ് മൈക്കോപ്ലാസ്മ. അതേപോലെ തന്നെ ഏറ്റവും സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ്. They can survive without oxygen. ഏറ്റവും ചെറിയ സെല്ലും ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ അത്രയാണ് മൈക്കോപ്ലാസ്മ. പറഞ്ഞു കേട്ടില്ലേ? ഓക്കെ, അതന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാന്നുള്ളൂ. അതായത് മൈക്കോപ്ലാസ്മയെ കുറിച്ചാണ് പറഞ്ഞത്. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ മൊണീറയില് സെൽ വാൾ ഉണ്ടാവുമല്ലോ, പക്ഷെ മൊണീറയിൽ തന്നെ സെൽ വാൾ ഇല്ലാത്ത വേറൊരു വിഭാഗമാണ് മൈക്കോപ്ലാസ്മ. അതാണ് ഞാൻ പറഞ്ഞത്, ലാക്ക് എ സെൽ വാൾ ഇല്ലാത്ത ഒരു വിഭാഗമാണ് മൈക്കോപ്ലാസ്മ. ഏറ്റവും സ്മോളസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ലിവിങ് സെല്ലാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. They can survive without oxygen. ഓക്സിജൻ ഇല്ലാതെ നിലനിൽക്കാൻ കഴിവുള്ള ഒരു ജീവി വിഭാഗം കൂടിയാണ് മൈക്കോപ്ലാസ്മ. ഓക്കെ, അത്രയാണ് മൈക്കോപ്ലാസ്മന്റെ പോയിന്റ്സ് ആയിട്ട് ഞാൻ പറഞ്ഞത്. മൈക്കോപ്ലാസ്മയാണ്, മറ്റേ ബാക്കിയതല്ലേ? ഓക്കെ, അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പ്രാവശ്യം പറഞ്ഞത് ഇത്രയും ഡിസ്കസ് ചെയ്തത്. മൈക്കോപ്ലാസ്മന്റെ പ്രത്യേകത lack a cell wall without oxygen. Okay.
അപ്പോൾ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ഇത് ബോട്ടണിയിലാണ് മോളെ. അത് സാറില്ല, അത് അവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ബോട്ടണി നോട്ട് എഴുതുന്നത് എവിടെ എന്നതിലല്ലല്ലോ കാര്യം, നമ്മൾ പഠിക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പൊ നിങ്ങൾ കുറെ എഴുതി പോയി കഴിഞ്ഞപ്പോൾ അവിടുന്ന് വെട്ടി ബോട്ടണിയിലേക്ക് എഴുതണം എന്നില്ല. അത് ബോട്ടണി എന്ന് സ്പെഷ്യലായിട്ട് എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ട് ബോട്ടണിക്ക് വേണ്ടി പഠിക്കുക കേട്ടോ. ആ ഓക്കെ ഓക്കെ, നിങ്ങളെ ഗ്രൂപ്പിൽ ഞാൻ സാറിന് വിട്ടുകൊടുക്കാം. സാറിനോട് ചോദിക്കും, സാർ അയച്ചു തരും കേട്ടോ. ഓക്കെ, അപ്പോൾ വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ എക്സിറ്റ് അടിച്ചോളൂ കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ കിങ്ഡം മൊണീറയെ കുറിച്ചാണ്